ആരംഭിക്കുന്ന ഒരു പഠനമാണ് നമ്മൾ എടുക്കുന്നത്. ദൈവസഭയെ 7 കാലഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലുള്ള വളർച്ചയും തളർച്ചയും ഉയർച്ചയും താഴ്ചയും വിശ്വാസത്തിൽ വന്ന പ്രതിസന്ധികളും വിശ്വാസത്തിൽ വന്ന മുന്നേറ്റവും ഇവയെ ചിത്രീകരിക്കുകയാണ് 7 ലേഖനങ്ങൾ. 2-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ 1-ാമത്തെ സഭയ്ക്കുള്ളതായ ലേഖനമാണ്. അതിനകത്ത് ദൈവസഭയുടെ അനേക നന്മകൾ ആരംഭത്തെങ്കിലെടുത്തു. ഞാൻ നിൻ്റെ പ്രവൃത്തി, നിൻ്റെ പ്രയത്നം, നിൻ്റെ സഹിഷ്ണുത മുതലായത് അറിയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടം നന്മപ്രവൃത്തികളെ എടുത്തു പറഞ്ഞ ശേഷം ഒരു തിന്മപ്രവൃത്തി പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ബലഹീന വശം പറഞ്ഞു, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. വീണ്ടും അടുത്തൊരു നന്മപ്രവൃത്തിയിലേക്ക് വരികയാണ്. നന്മപ്രവൃത്തികൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആ നന്മപ്രവൃത്തികളും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്തു. അങ്ങനെ ചേർത്തുകൊണ്ട് നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ച് പറവാനുണ്ട് എന്ന് പറഞ്ഞു. ദയവായി വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. എങ്കിലും നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. താവട്ട് വായിച്ചു. അത് ഞാനും പകയ്ക്കുന്നു. ദൈവം പകയ്ക്കുന്നതായ ഒന്ന് തൻ്റെ സഭയും പകച്ചു. നിക്കലോവിയരുടെ നടപ്പ് എന്ന ഒറ്റ വിഷയം ചിന്തിക്കുന്നതിന് പകരം നിക്കലോവിയരെക്കുറിച്ച് വീണ്ടും ഇതിനകത്ത് പരാമർശമുണ്ട്. അതുകൊണ്ട് അതും കൂടെ ചേർത്ത് ചിന്തിക്കുന്നത് കൊള്ളാം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ ദയവായി നോക്കാമോ? ഇത് 3-ാമത്തെ സഭയുടെ 3-ാം കാലഘട്ടത്തിലേക്ക് എഴുതുന്നതാണ്. ആ കാര്യം ഒന്ന് നോക്കാം. അവിടെയും നിക്കലോവിയർസ് മടങ്ങി വരുന്നുണ്ട്. ദയവായി നോക്കാം. 14-15. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. ദൈവിക ഉപദേശത്തിൽ നിന്നും മാറി 2 ഉപദേശങ്ങൾ സഭയുടെ അകത്തേക്ക് വന്നു. 2 ഉപദേശങ്ങൾ സഭയുടെ അകത്തേക്ക് വന്നു. ഒന്ന്, ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. 2, നിക്കലോവിയരുടെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. 1-ാം സഭയോട് പറഞ്ഞു, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. അന്ന് അവരുടെ ഉപദേശം അകത്ത് വന്നിട്ടില്ല, അവരുടെ നടപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. ഉപദേശവും നടപ്പും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഞാനത് എടുത്തു പറയാം. എന്നോട് ആർക്കും പ്രയാസം തോന്നരുത്. ആഭരണം ഉപയോഗിക്കുന്നവർ ഇതിനകത്തുണ്ട്. ആഭരണം ഉപയോഗിക്കണം എന്നൊരു ഉപദേശം ഇതിനകത്തില്ല. നടപ്പിൽ അത് ഉപയോഗിക്കുന്നവരുണ്ട്. വെള്ളവസ്ത്രം ഉപയോഗിക്കുന്നവരിവിടെ ഉണ്ട്. പക്ഷെ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊരു ഉപദേശമില്ല. ഇത് രണ്ടും രണ്ടാണ്. നിക്കലോവിയരുടെ നടപ്പ് ആദ്യമേ അകത്ത് കയറി, പുറകെ നിക്കലോവിയരുടെ ഉപദേശം അകത്തു വന്നു. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ചുണ്ട്. ഉപദേശം കയറുമ്പോൾ 2 ഉപദേശങ്ങൾ ഒരുമിച്ചാണ് കയറിയത്. ഒന്ന് ബിലയാമിൻ്റെ ഉപദേശം, 2 നിക്കലോവിയരുടെ ഉപദേശം. ഇത് രണ്ടും കയറുവാൻ തക്കവണ്ണം സഭയ്ക്കകത്ത് ചില സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടു. സത്യത്തിൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ 3-ാം സഭയ്ക്കുള്ളതാണ്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നതാണ്. പെർഗമോസിനെ ഞാൻ ഇപ്പം തൊടുന്നില്ല, നമ്മളവിടെ വരുമ്പം നമ്മളത് പഠിക്കും. പെർഗമോസ് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ച് തൊലഞ്ഞ ഒരു പട്ടണമാണ്. അതിൻ്റെ മൊത്തം ഇടിഞ്ഞു പോയൊരു പട്ടണമാണ് പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആ സഭയ്ക്ക് വേണ്ടി ദൈവം യേശു തന്നെത്താൻ പരിചയപ്പെടുത്തുന്നത് ഇരുവായ്ത്തലയുള്ള വാളുള്ളവനെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടാൻ വരിക, ഞാൻ വന്നാൽ എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കാര്യം അവരും വാൾ ഉപയോഗിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്, ഞാൻ അങ്ങോട്ടും വാൾ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ അവിടുന്നും ഇവിടുന്നും വാളെന്തുവാ? ദൈവത്തിൻ്റെ വചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ്. അവിടുന്നും ഇവിടുന്നും വാക്യം ഉദ്ധരിക്കാൻ അവരുടെയിലുമുണ്ട്. ഞാനും വരും, എൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടുവാൻ വേണ്ടി ഞാനും വരും. ആ സാഹചര്യം മനസ്സിലാക്കാനാണ് പറഞ്ഞ് പെർഗമോസ് സഭ എന്തെന്ന്. പെർഗമോസിലെ സഭയ്ക്കുള്ളിൽ ഈ 2 ഉപദേശങ്ങൾ ഒരുമിച്ച് കയറുവാനുള്ള കാരണം എന്തുവാണ്? പെർഗമോസിലെ സഭയുടെ പ്രത്യേകതകൾ. നീ എവിടെ പാർക്കുന്നുവെന്നും, ദയവായി അതിൻ്റെ 13-ാം വാക്യം നോക്കാമോ? നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടം എന്ന് ഞാൻ അറിയുന്നു. നിൽക്കട്ടെ, നമ്മളെ വാക്യം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. സാത്താന്റെ സിംഹാസനം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ഉപദേശങ്ങൾക്ക് കയറാൻ സാധിച്ചത്. താവോട്ട് വായിച്ചു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും
നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഒന്ന്, അതിനകത്ത് സാത്താൻ പാർത്തു, നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത്. മൂന്നാം സഭാ കാലഘട്ടത്തിൽ സാത്താൻ സഭയ്ക്കുള്ളിൽ പാർത്തു. അടുത്തത്, സാത്താൻ അതിനകത്ത് സിംഹാസനം വെച്ചു. മൂന്ന്, അതിനകത്ത് 2 വിപരീത ഉപദേശങ്ങൾ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് സഭയുടെ 3-ാം കാലഘട്ടത്തിൽ നടക്കുന്നത്. 2-ാം കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിക്കാർ വന്നിരുന്നു. നമ്മൾ ക്രമാനുഗതമായി ചിന്തിച്ചു വരുമ്പോൾ അവിടെ എത്തും. പക്ഷേ ഈ ലിങ്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. സഭയുടെ 1-ാം കാലഘട്ടത്തിൽ യേശുവാണ് ഉള്ളിൽ, മൊത്തം ദൈവസഭയാണ്, വെളിയിൽ നിന്ന് ആരുമില്ല. 2-ാം കാലഘട്ടത്തിൽ സാത്താൻ്റെ പള്ളിക്കാർ അകത്ത് കയറി. സാത്താൻ വന്നിട്ടില്ല, അവനെ കൊണ്ടുവരേണ്ടതിന് വേണ്ടി അവൻ്റെ ആളുകൾ പള്ളിക്കാർ അകത്ത് കയറി. സാത്താൻ്റെ പള്ളിക്കാർ ആരാ? സിനിമാശാല വിട്ടു പോകുമ്പോൾ ആളുകൾ പറയാറുണ്ട് സാത്താൻ്റെ പള്ളി വിട്ടതാണ്, ആൾ ബഹളം വന്ന്. അതവിടെ നിൽക്കട്ടെ, അത് പറഞ്ഞതേ ഉള്ളൂ, അല്ലെന്നോ ആണെന്നോ എനിക്കറിയാൻ വയ്യ. ചീട്ടുകളിക്കാർ ഇറങ്ങി പോകുമ്പോൾ ആളുകൾ പറയാറുണ്ട് സാത്താൻ്റെ പള്ളി പിരിഞ്ഞു എന്ന്. അതെന്തു ആട്ടെ, ആണെന്നോ അല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ വീടുകളിലെ ടെലിവിഷൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്നാ പറയണമെന്ന് എനിക്കറിയാനും വയ്യ. അവിടെ നിൽക്കട്ടെ. സാത്താൻ്റെ പള്ളിക്കാരെന്ന് ബൈബിൾ ചിത്രീകരിക്കുന്ന വാക്കുകളിലേക്ക് ഞാൻ പതുക്കെ പോകാം. തങ്ങൾ യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാർ എന്നൊരു പദപ്രയോഗം ബൈബിളിലുണ്ട്. ഞാൻ ആ 2-ാമത്തെ ലേഖനത്തിൽ വരുമ്പോൾ അത് എടുത്തോളാം. ഇപ്പം ഇത്രയും മാത്രം പറയാം. രക്ഷിക്കപ്പെടാതെ ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവൻ, അകത്തിൻ്റെ അകത്ത് ശുദ്ധീകരണമില്ലാതെ, യഥാർത്ഥ രക്ഷയും വീണ്ടും ജനനവുമില്ലാതെ അകത്ത് വരുന്നവരെ കുറിക്കുന്ന പദമാണിതെന്ന് മിക്കവാറും 2 ദിവസത്തേക്കകം നമ്മളവിടെ എത്തും. 2-ാം സഭയുടെ ചരിത്രത്തിൽ എത്തുമ്പോൾ മനസ്സിലാവും. സാത്താൻ്റെ പള്ളിക്കാർ, രക്ഷിക്കപ്പെടാത്തവന്മാരകത്ത് കയറി. ഇവർ വന്നാൽ ദൂഷണം പറയും, മറ്റു പലതുമുണ്ട്. വലിയ കോമിക്ക് എഴുതുന്നവരുണ്ട്, ലേഖനം എഴുതുന്നവരുണ്ട്, നിരൂപണം എഴുതുന്നവരുണ്ട്, കൊണ്ടു നടന്ന് വായിക്കുന്നവരുണ്ട്. ഇതെല്ലാം സാത്താൻ്റെ പള്ളിക്കാരാണ്. വളരെ ഓപ്പണായി ഇത് സാത്താൻ്റെ പള്ളിക്കാരാണ്. ഇവന്മാരാദ്യമേ അകത്ത് വന്നു, പുറകെ സാത്താനും വന്നു. നിങ്ങളുടെ ഇടയിൽ 3-ാം സഭയായപ്പോഴത്തേക്ക് സാത്താൻ അതിനകത്ത് പാർത്തു. അടുത്തത്, മജോറിറ്റി അവനായി. സാത്താൻ സിംഹാസനവും വെച്ചു. അതോടുകൂടെ ദുരുപദേശം അകത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചു. 2 കൂട്ടം ദുരുപദേശങ്ങൾ കൊണ്ടുവന്നു. 1, ബിലയാമിൻ്റെ ഉപദേശം. 2, നിക്കലോവിയരുടെ ഉപദേശം. 1-ാം സഭയുടെ നന്മ, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. നടപ്പ് എന്ന പദത്തിലോട്ട് കയറാൻ പോകുകയാണ്. ഞാൻ ഇന്നലെ നിർത്താൻ നേരത്ത് ഇത് പറഞ്ഞു വെച്ചാൽ നിർത്തിയത്, ക്രിസ്ത്യാനിയെക്കുറിച്ച് ആരംഭത്തിങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പറയുന്നത് ഈ മാർഗ്ഗക്കാർ. നമുക്ക് നടപ്പിനൊരു ശൈലിയുണ്ട്, നമുക്ക് നടപ്പിന് ഒരു രീതിയുണ്ട്. ആ രീതി വിട്ടൊരു നടപ്പ് നമുക്കില്ല. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല. മതമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒന്നാണ്, നമ്മുടെ ചിന്തയിൽ നിന്ന് വെളിയിൽ വരുന്ന ഒന്നാണ്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, പകരം ഒരു ജീവിത ശൈലിയാണ്. ഇതിനകത്ത് മദ്യപിക്കുന്നവരില്ല, ഇതിനകത്ത് പുകവലിക്കുന്നവരില്ല, ഇല്ലേ ഇല്ല. ഇതൊരു ജീവിത ശൈലിയാണ്. അങ്ങനെ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതണമെന്ന് നിർബന്ധമില്ല. ഇതൊരു ജീവിത ശൈലിയാണ്. ശ്വാസം വലിക്കാൻ എന്നെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? അല്ല, ഇതൊരു ജീവിത ശൈലിയാണ്. പാല് കുടിക്കാൻ എന്നെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ? അല്ല, തന്നെത്താൻ വലിച്ചു കുടിച്ച. അന്ന് എനിക്ക് ഭാഷ അറിയാൻ വയ്യാതെ ഇങ്ങോട്ട് ഉണ്ടായി വന്നപ്പോൾ എന്നെ വെച്ച് ആര് പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല. ഇതൊരു ജീവിത ശൈലിയാണ്, തന്നെ ഇനി വന്ന് കയറുന്നതാണ്. ക്രിസ്ത്യാനിത്വം ഒരു ജീവിത ശൈലിയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നതോടെ പലതും സ്വയം മനസ്സിലാവും. ഞാനതിൽ കൂടുതൽ ഇപ്പം എടുക്കുന്നില്ല. ഒരു ഉദാഹരണം തൊട്ടോട്ടെ. ന്യൂഡൽഹിയിലായിരുന്നപ്പോൾ ഞങ്ങൾ പുതിയതായി കർത്താവിനെങ്കിലേക്ക് വന്ന പലരെ കൃപയാൽ അവിടെ ഒരു ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനും, ഒന്നല്ല പല ബൈബിൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനും, വളരാനും വളർത്താനും ഒക്കെ കർത്താവ് കൃപ ചെയ്തു. ജീവിതത്തിൽ ഞങ്ങൾ വിവാഹിതരായി ന്യൂഡൽഹി ചെന്ന ആരംഭകാലം ഞങ്ങൾക്ക് ഉണ്ടായ ചില അനുഭവങ്ങളാണ്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി, ഇന്നവൾ ദൈവത്തിൻ്റെ കൃപയിൽ തികഞ്ഞ ദൈവകൃപയിൽ നിൽക്കുന്നു, ഒരു ശുശ്രൂഷകൻ്റെ ഭാര്യയാണ് ഇന്നവൾ. ഒരു പെൺകുട്ടി അല്പം അയോഗ്യമായ വസ്ത്രധാരണം ഉണ്ടെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ നഗ്നത മൊത്തം മറയാത്തതുപോലെയൊക്കെ അവൾ വസ്ത്രം ധരിക്കും. ഇവളും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതാണ്. ഇവക്കും സ്നാനപ്പെടണമെന്ന് താല്പര്യമായി. പക്ഷേ ഈ വസ്ത്രധാരണ രീതിയിലും മറ്റും ഇവളെ എങ്ങനെ സ്നാനപ്പെടുത്തും? നിങ്ങൾക്കറിയാമോ, ഭൂതബാധയുള്ളവർ സ്നാനപ്പെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഭൂതത്തെ ഉൾപ്പെടെ മുക്കുന്നവരുണ്ട്. ഒരിക്കലതിനെ പിടിച്ച് മുക്കിയാൽ പിന്നെ ഈ ഭൂതത്തെ പറഞ്ഞു വിടുന്ന ബുദ്ധിമുട്ടാണ്. അതുപോലെ ഞാൻ കർത്തൃമേശ എടുക്കുന്ന ഭൂതമാണ്, ഞാൻ സ്നാനപ്പെട്ട ഭൂതമാണ്, പിന്നെ ഇതിനെ പറഞ്ഞു വിടുന്ന മഹാബുദ്ധിമുട്ടാണ്. ഇതുപോലെ അയോഗ്യമായ വസ്ത്രധാരണ രീതിയിൽ നടക്കുന്ന ഒന്നിനെ പിടിച്ച് മുക്കിയാൽ അതിൻ്റെ പുറകിലുള്ള ശക്തി പിന്നെ ഇവളെ വിട്ടുപോകാൻ പ്രയാസമാണ്. ഇതൊക്കെ കൃപയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ സൂക്ഷിക്കുന്നത് കൊള്ളാം. എങ്കിൽ നമുക്കൊരു കളങ്കമറ്റ സഭയെ ദൈവസ്ഥലത്തിൽ വളർത്താൻ കഴിയും. അപ്പോൾ ഈ പെൺകുട്ടിയോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഇവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരു ദിവസം തന്നെ ഇവൾ യോഗ്യമായി വസ്ത്രം ധരിച്ചു, മറ്റേ എല്ലാം കളഞ്ഞേച്ച് വളരെ യോഗ്യമായി മാന്യമായി വസ്ത്രം ധരിച്ചു വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു വെച്ചാൽ അല്പം പരിഭവത്തോടെ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, അമ്മമ്മേ
മറ്റേത് തെറ്റായിരുന്നെന്ന് എന്താ നേരത്തെ പറഞ്ഞു തരാഞ്ഞ്? നേരത്തെ പറഞ്ഞു തരുന്നിരുന്നു ഞാൻ നേരത്തെ മാറ്റിയേനുമല്ല, എന്താ നേരത്തെ പറഞ്ഞു തരാഞ്ഞ്? അപ്പോൾ എൻ്റെ ഭാര്യ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, കുഞ്ഞെ ഇത് തെറ്റാന്ന് ഇപ്പം നിന്നോട് ആരാ പറഞ്ഞു തന്നേ? അവൾ പറഞ്ഞു, എനിക്ക് തന്നെ മനസ്സിലായി, അതിനു വേണ്ടിയാണ് കാത്തിരുന്നേ. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും. നേരത്തെ പറഞ്ഞു തരാമായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുമല്ലോ. നേരത്തെ പറഞ്ഞു തന്നില്ല, ഇപ്പം മനസ്സിലായി. ദൈവാത്മാവ് ഉള്ളിൽ വന്നാൽ പലതും തന്നെ മനസ്സിലാകും. ക്രിസ്ത്യാനിത്വം ഒരു ജീവിത ശൈലിയാണ്, ഒരു നടപ്പിൻ്റെ ക്രമമാണ്. എന്നാൽ ഈ മാർഗം വിട്ട് നടക്കുന്ന ചിലരുണ്ട്. അത് നിക്കലോവിയരാ. അവരുടെ നടപ്പ് വേറെയാണ്, അവരുടെ ശൈലി വേറെയാണ്. അവർ നമ്മളെപ്പോലല്ല. അവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. ഈ ദുരുപദേശം എന്തായിരുന്നു? നിക്കലോവിയർ ആരായിരുന്നു? ഇന്നലെ തൊട്ടിരുന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഈ ചർച്ച ഞാൻ എടുത്തതാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ദയവായി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം ദയവായി വായിക്കാം. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കാനോർ, തിമോൻ, പർമനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. നിൽക്കട്ടെ, ഈ വാക്ക് ജനത്തിനൊക്കെയും ഇഷ്ടപ്പെട്ടു. ഏത് വാക്ക്? യഹൂദൻ അതിന് വരെയുള്ള ചരിത്രം എടുക്കുക, വായിച്ച് സമയമെടുക്കാതെ. ക്രിസ്തീയ സഭ രൂപീകരിക്കപ്പെട്ട ശേഷം ആദ്യമായി ക്രിസ്തീയ സഭയിലുണ്ടായ ഒരു ഭിന്നത, ഒരു പിറുപിറുപ്പ്, ഗ്രീക്കുകാരുടെ വിധവമാരെ എബ്രായരുടെ വിധവമാരെ പോലെ ഭക്ഷണ സമയത്ത് കാര്യമായി അവർ നോക്കുന്നില്ല. ഓർത്തോണം, അപ്പസ്തോലിക സഭയുടെ ഒരു പ്രത്യേകത, അവരെല്ലാവരും ഉള്ളതെല്ലാം വിറ്റ് പൊതുവകെ നിന്നി. ആർക്കും ഇനി സ്വന്തമായിട്ടൊന്നുമില്ല. എല്ലാം കൂടെ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇതിനകത്തുനിന്ന് അവനവൻ്റെ ആവശ്യത്തിന് തക്കവണ്ണം കൊടുക്കേണ്ടതിന് ഒരു കോമൺ കിച്ചൺ ഉണ്ടായി. ആ കോമൺ കിച്ചണിൽ നിന്ന്, ഒരു പൊതു അടുക്കളയിൽ നിന്ന് എല്ലാവർക്കുമുള്ള ആഹാരം ഉണ്ടാക്കി. പൊതു സ്ഥലത്ത് ആഹാരം വിളമ്പി. അങ്ങനെ വന്നപ്പോൾ ഗ്രീക്കുകാരുടെ വിധവമാർക്ക് പിൻഗണനയായി യഹൂദന്മാരുടെ വിധവമാർക്ക് കൊടുത്തു. സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് വരുന്നയിടത്ത്, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുന്നയിടത്ത്, അമ്മയും അപ്പനും മക്കളുമൊക്കെ ഒരുമിച്ച് വരുന്നയിടത്ത് ഒരുത്തിന് കുറഞ്ഞാൽ കാണാൻ വേറൊരാളുണ്ട്, ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ വിധവമാരാകുമ്പോൾ പ്രശ്നമില്ല. എബ്രായരുടെ വിധവമാരെ കാര്യമായിട്ട് നോക്കിയെങ്കിലും ഗ്രീക്കുകാരുടെ വിധവമാരെ കാര്യമായി നോക്കിയില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാരൊരു കാര്യം പറഞ്ഞു. ഇതൊരു കംപ്ലൈൻ്റായി, പിറുപിറുപ്പായി. സഭയ്ക്കകത്തെ 1-ാമത്തെ പിറുപിറുപ്പ് തുടങ്ങി. ഇത് അപ്പോസ്തലന്മാരുടെ കാതുകളിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ കുറച്ചുപേരെ തിരഞ്ഞെടുത്തോണം. പ്രശ്നം എന്തുവാണ്? യഹൂദ ഗ്രീക്കുകാരും എബ്രായരും തമ്മിലുള്ള ഒരു വെറുവെറുപ്പ്. മനസ്സിലായല്ലോ? ഇവിടുന്ന് നമ്മളൊരു കമ്മിറ്റി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയും പ്രതിനിധീകരിച്ചുകൊണ്ട് കമ്മിറ്റി തിരഞ്ഞെടുക്കും. ഈ ചർച്ചും തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോവുക കാര്യങ്ങളുടെ യാഥാസ്ഥ്യത്തിലേക്ക്. എല്ലായിടത്തു നിന്നും ആളുകളെ തിരഞ്ഞെടുക്കും. എന്തിനാണ്? എല്ലാവരെയും പ്രതിനിധീകരിക്കാനായിട്ട്. അങ്ങനെയാണ് ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ അവരുടെ ഇടയിലും കുറച്ചുപേരെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ യഹൂദന്മാരുമുണ്ട്, യഹൂദന്മാരല്ലാത്തവരുമുണ്ട്, ഗ്രീക്കുകാരുമുണ്ട്. എങ്കിൽ മാത്രമല്ലേ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. എല്ലാവരും വേണം. അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകളുടെ പേരുകളാണ് വായിച്ചത്. ആത്മനിറവും നല്ല സാക്ഷ്യവുമുള്ള 7 പേരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവീൻ എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞതുകൊണ്ട് അവരാത്മനിറവും നല്ല സാക്ഷ്യവുമുള്ള 7 പേരെ തിരഞ്ഞെടുത്തു. ഈ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞത് നിക്കലാവോസ്, അതാണ് നമ്മൾ ഒടി വായിച്ച പേര്. അദ്ദേഹം യഹൂദനല്ല, യഹൂദ മതത്തിലേക്ക് ചേർന്ന് വന്ന യഹൂദ മതാനുസാരിയാണ്. കാര്യം വെളിയിലുള്ളവരെ ശല്യപ്പെടുത്തുന്നുള്ളൂ, അവരുടെ ഇടയിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് വേണം. അതിനുവേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് നിക്കലാവോസ്. നിക്കലാവോസിനെ അവിടെ തിരഞ്ഞെടുത്തിട്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഞാൻ കൊണ്ടുവരാൻ പോവാം. 1, ആത്മനിറവുള്ളവനാണ്. എന്തുകൊണ്ടാണ് നിക്കലോവിയരെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിക്കലാവോസിൻ്റെ കാര്യം പറഞ്ഞത്? ഈ നിക്കലാവോസ് പിന്നത്തേതിൽ പിന്മാറിപ്പോയി. അവനാണ് നിക്കലോവിയ മതം ആരംഭിച്ചത്. അല്ലെ, നിക്കലോവിയ നടപ്പ് പിന്നതിൻ്റെ ഉപദേശം കൊണ്ടുവന്നത് അവനാണ്. അതുകൊണ്ട് അവൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കിയാലേ മറ്റതുള്ളൂ. 1, ഇവൻ ആത്മനിറവുള്ളവനായിരുന്നു. 2, ഇവൻ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. 3, ഇനി ബൈബിളിൽ തരുന്ന 3-ാമത്തേത്, അവൻ അന്ത്യോക്യക്കാരനാണ്. അന്ത്യോക്യക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണർവുകാരാണ്. ഞാൻ ഇന്ന് അതിൻ്റെ വിശദീകരണത്തിൽ പോകത്തില്ല. അന്നത്തെ ഉണർവുകാരാണ് അന്ത്യോക്യക്കാർ. അവൻ അന്ത്യോക്യക്കാരനാണ്. 4, ഇവൻ യഹൂദ മത അനുസാരിയ, യഹൂദ മതക്കാരനല്ല. 5, ഈ ആളുകളെ 7 പേരെ തിരഞ്ഞെടുത്തവരെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാർ ചേർന്ന് ഇവരുടെ മേൽ കൈവച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമൻട്രി വായിച്ചപ്പോൾ ഭയങ്കര രസകരമായ ഒരു ഇൻഫർമേഷൻ കിട്ടി.
ലോക ചരിത്രത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആദ്യ ഓർഡിനേഷൻ ലഭിച്ച 7 പേരിൽ ഒരുത്തനായി പുള്ളി. ചെറിയവനൊന്നുമല്ല. ആദ്യത്തെ ഓർഡിനേഷന് ഭയങ്കര വിലയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫീസറാരായിരുന്നു. ഇന്ത്യക്കാരുടെ ഇടയിലത്തെ ആദ്യത്തെ ഓർഡൈൻ പാസ്റ്ററായിരുന്നു. ഇന്ത്യക്കാരുടെ ഇടയിലെ ആദ്യത്തെ പ്രവാചകനാരായിരുന്നു. ഇതൊക്കെ അന്വേഷിക്കുന്നവരുണ്ട്. അതൊക്കെ ഒരു വലിയ പേരാണ്. ഇതുപോലെ ഭൂലോക ചരിത്രത്തിലെ, ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യത്തെ 7 ഓർഡൈൻ മെമ്പേഴ്സിൽ ഒരുവനാണ് നിക്കലാവോസ് എന്ന് പറഞ്ഞാൽ ഒന്നാമനിൽ ഒട്ടും കുറയത്തില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഓർഡിനേഷൻ, എൻ്റെ തലയിൽ ഓർഡിനേഷൻ സമയത്ത് വന്ന് കൈവച്ചത് ഡോക്ടർ ടി സി ജോർജ് സാർ അവരുകളാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇവിടുത്തെ സൂപ്രണ്ടാണ്. എനിക്കതിനകത്ത് സന്തോഷമുണ്ട്. പലരും ഒരു നല്ല കൈവെപ്പിന് വേണ്ടി കർത്തൃദാസന്മാരുടെ അടുക്കൽ ഓടി വരാറുണ്ട്. പക്ഷേ ഇവരുടെ തലയിൽ കൈവച്ചത് ആരാന്നറിയാമോ? അന്ന് നിലവിലുള്ള യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസും യോഹന്നാനും യാക്കോബും ഉൾപ്പെടെ തൂണുകളായി എണ്ണപ്പെട്ട അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൈവച്ച ആ ഭയങ്കര അഭിഷേകം എൻ്റെ മേൽ. ഇത്രയും ഉള്ളവനാണ്. ഇവനെപ്പോലെ ഒരു ഗൗരവമുള്ളവനെ 21-ാം നൂറ്റാണ്ടിൽ ഇല്ല. ഇതാണ് നിക്കലാവൂസ്. കാലത്തിൻ്റെ പോക്കിൽ ഇവൻ കൃപയിൽ നിന്ന് തെന്നി. ഇവൻ നോസ്റ്റിക് ചിന്താഗതിയിൽ വന്നു. നോസ്റ്റിക് ചിന്താഗതിയെ പിന്നെ തൊട്ടോളാം. നോസ്റ്റിക് ചിന്താഗതിയിൽ ഇവൻ വന്നു. അതായത് ഭൂതാത്മാക്കൾക്കും അശുദ്ധാത്മാക്കൾക്കും വിധേയനായി വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടുവരിക. ഞാൻ 5 ഇവൻ്റെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞു. ഇനി ചരിത്രം തരുന്ന ഒരു പ്രത്യേകതയിലേക്ക് ഞാൻ പോട്ടെ. ചരിത്രം തരുന്ന ഒരു പ്രത്യേകത SDAയുടെ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റിൻ്റെ ബൈബിൾ കമൻട്രിക്കകത്ത് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പല ദൈവദാസന്മാർ ഇവൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എനിക്കിത് അറിവില്ലായിരുന്നെങ്കിലും ഇന്നിത് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം മെറ്റീരിയൽസ് തന്നു. ചരിത്രത്തിൽ ഇവനെക്കുറിച്ച് കിടപ്പുണ്ട്. ഇവൻ ആരംഭത്തിങ്കിൽ ഏതോ ഒരു മതത്തിൽപ്പെട്ടവനായിരുന്നു. ആ മതത്തിൻ്റെ ചിന്താഗതി, ഇവൻ്റെ ഒരു മതപുരുഷനാണ്, അത് മറക്കരുത്, ഭക്തിയുള്ളവനാണ്. ഈ മതത്തിൻ്റെ ചിന്തകൾ, അതിനകത്തെ അവനെ ആകർഷിക്കുന്ന പലതും അവൻ്റെ അകത്ത് കയറി. അതവൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ശക്തമായ വേറൊരു മതം അവൻ കണ്ടു. അവൻ അങ്ങോട്ട് മാറി, ഒരു മതപരിവർത്തനം നടത്തി. രണ്ടാമത്തെ മതത്തിനകത്തും അവനെ ആകർഷിച്ച പലതുമുണ്ട്, അതും അവൻ്റെ അകത്ത് അവൻ എടുത്തു. അന്നേരത്താണ് അവൻ യഹൂദമതം കാണുന്നത്. അത് അതിനേക്കാളും നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് യഹൂദമതത്തിൽ ചേർന്നത്. യഹൂദ മതാനുസാരിയായി. അതിനകത്തെ പല ഗുണങ്ങളും അവൻ്റെ അകത്ത് കിടപ്പുണ്ട്. അന്നേരത്താണ് ഇവൻ ക്രിസ്തുമതം കാണുന്നത്. ഇവൻ ക്രിസ്തുമതത്തിൽ ചേർന്നു. ഇതിനകത്ത് ഇവൻ ഉണർവുകാരനായി മാറി. പിടികിട്ടുന്നുണ്ടല്ലോ? 4 വ്യത്യസ്ത മതങ്ങളുടെ ആശയം ഇവൻ്റെ അകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഒരു പുതുജനനം നടന്നാൽ, പുതുജനനത്തിങ്കിൽ ഇതെല്ലാം അങ്ങ് മാറും, പഴയതെല്ലാം അങ്ങ് പോവും. പക്ഷേ സത്യമായി ഇവനൊരു പുതുജനനം നടന്നില്ല. ഇവനൊരു ഉണർവേ നടന്നുള്ളൂ. ഈ ഉണർവിൻ്റെ മുമ്പിൽ ഇവൻ ക്രിസ്ത്യാനിയായി മാറി. ആത്മനിറവുണ്ട്, നല്ല സാക്ഷ്യമുണ്ട്, പറഞ്ഞ എല്ലാ യോഗ്യതകളുമുണ്ട്. യഹൂദന്മാരോട് ചേർന്ന് ജാതികളെ പ്രതിനിധീകരിക്കേണ്ടതിന് ജാതികളിൽ നിന്ന് വന്നവൻ. ഇനി അവൻ ഗ്രീക്കുകാരെ നോക്കിക്കൊള്ളുമല്ലോ. ഗ്രീക്കുകാരുടെ സ്ത്രീകൾക്ക് ആവശ്യത്തിന് ആഹാരം കൊടുക്കുന്നില്ല എന്ന കംപ്ലൈൻറ്റ് മേലാൽ വരാതിരിക്കുവാൻ അവിടെ നിന്നും വന്നവനായ നിക്കലാവോസ് കാലത്തിൻ്റെ പോക്കിൽ അവൻ്റെ ഉപദേശത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഒരു ഉപദേശത്തിലെത്തി. ആദ്യത്തെ മതത്തിൽ അവനെ പ്രലോഭിപ്പിച്ച, അല്ലെ അവനെ സ്വാധീനിച്ച പലതും, രണ്ടാമത്തെ മതത്തിൽ അവനെ സ്വാധീനിച്ച പലതും, മൂന്നാമത്തെ മതത്തിൽ, യഹൂദ മതത്തിൽ അവനെ സ്വാധീനിച്ച പലതും ഒരുമിച്ച് ക്രിസ്തീയ മതത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ശ്രമിച്ചു. അത് ഒരു ഉപദേശ സംഹിതയായി, അതൊരു മതമായി മാറി. ആരംഭത്തിൽ അതൊരു നടപ്പായി. കുറേ പേര് അങ്ങനെ നടക്കാൻ തുടങ്ങി. നമ്മുടെ സഭയിലും ഏത് സഭയിലും എല്ലാവരും ഒരുപോലെ അല്ല നടക്കുന്നത്. പലരുടെ നടപ്പിന് വ്യത്യാസമുണ്ട്. ചിലരുടെ പ്രമാണമാണ് ഒരു നേരം ഉപവസിക്കും, ചിലരുടെ പ്രമാണമാണ് 4 നേരമെങ്കിലും കഴിച്ചിരിക്കും, ചിലരുടെ പ്രമാണമാണ് അശുദ്ധനോട് അടുത്ത് പോകത്തില്ല, ചിലരുടെ പ്രമാണമാണ് ഏത് അശുദ്ധനെ കണ്ടാലും വിടത്തില്ല. ഇതെല്ലാം സഭയ്ക്കകത്ത് കാണും. വ്യത്യസ്ത നടപ്പുകൾ. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ സഭയ്ക്കുണ്ട്. സഭ പറഞ്ഞു അത് ശരിയാകില്ല, അത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് ഞാനും പകയ്ക്കുന്നു. പിന്നത്തേതിൽ 3-ാം കാലഘട്ടത്തിൽ ഇത് സഭയുടെ അകത്ത് ഉപദേശമായി മാറി. എന്തുകൊണ്ട് ഉപദേശമായി മാറി? സാത്താനകത്ത് പാർക്കാൻ സ്ഥലം കിട്ടി. സാത്താൻ അവിടെ സിംഹാസനം വെച്ചു. സാത്താൻ്റെ സിംഹാസനത്തിൽ നിന്ന് സഭയെ തകിടം മറിക്കേണ്ടതിന് 2 വ്യത്യസ്ത ഉപദേശ സംഹിതകൾ അവരകത്ത് കൊണ്ടുവന്നു. ഒന്ന് ബിലെയാമിൻ്റെ ഉപദേശം. എഗെയിൻ നമ്മൾ അവിടെ വരുമ്പം ഒന്നുകൂടെ അത് ചിന്തിക്കും. ബിലെയാമിനെ കുറിച്ച് പറയുന്നത് നമ്പേഴ്സിൻ്റെ പുസ്തകത്തിലാണ്, സംഖ്യാ പുസ്തകത്തിലാണ് ബിലെയാമിനെ കുറിച്ച് കാണുന്നത്. 20 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ, 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ ബിലെയാമിൻ്റെ ചരിത്രമുണ്ട്. എന്തായിരുന്നു ബിലെയാം? എന്തായിരുന്നു അവൻ്റെ രംഗപ്രവേശനം? എന്തായിരുന്നു അവൻ്റെ പ്രത്യേകതകൾ? വെളിപ്പാട് പുസ്തകം പറഞ്ഞത് നമ്മളിവിടെ വായിച്ച വാക്യത്തിൽ, ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെക്കുവാൻ
ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഇസ്രയേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവർക്ക് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിനെ ഉപദേശിച്ചു കൊടുത്ത ബാലാക്കിൻ്റെ ഉപദേശം പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ആരായിരുന്നു ബിലെയാം? ആരായിരുന്നു ബാലാക്ക്? എന്തായിരുന്നു സംഭവം? ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്നിറങ്ങി. ദൈവം അവർക്ക് വേണ്ടി ചെങ്കടൽ വറ്റിച്ചു കളഞ്ഞു എന്നത് സകല ജാതികളെയും കേട്ടവരെ ഉരുക്കിയ സംഭവമാണ്. കാര്യം ചരിത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവർ പോകുന്ന വഴിക്ക് വേണ്ട പകൽ വെയിൽ കൊള്ളാതെ മേഘസ്തംഭം, രാത്രിയിൽ തണുപ്പടിക്കാതെ അഗ്നിസ്തംഭം, ഇത് ഇവരെ നടത്താൻ തുടങ്ങി. ഇവർക്ക് വിശക്കുമ്പോൾ മന്ന, ഇവർക്ക് വേണ്ടി വരുമ്പോൾ കാടപ്പക്ഷി, ഇവർക്ക് ദാഹിക്കുമ്പോൾ പാറയിലെ വെള്ളം. ഇതെല്ലാം കൂടെ കണ്ടതോടുകൂടെ ഈ ജാതി മനുഷ്യനെ, ഇവർക്കൊരു ദൈവമുണ്ട്, ഈ ദൈവം നമുക്ക് ഭയപ്പെടേണ്ട ദൈവമാണ്, ഈ ദൈവത്തോട് പിടിച്ചു നിൽക്കാവുന്നവനാരുമില്ല എന്ന് ജാതികളുടെ ഇടയിൽ ഒരു പേരായി. ബാലാക്ക് എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ജാതി അതുവഴി വരുന്നു എന്ന് കേട്ടതോടെ അയാൾ ഭയന്നു. അങ്ങനെ ഉപയോഗിച്ചൊരു പദം, ഇവരിവിടെ വന്നാൽ ഞങ്ങളെ നക്കിക്കളി. ആ പദം ഞങ്ങളെ നക്കിക്കളി. ചില പുതിയ കൃഷിയൊക്കെ ഇറക്കിയ മണ്ണിൽ ഞാൻ 2-3 കപ്പ ഇട്ടു. അന്നേരത്താണ് ഒരു പശു കെട്ടഴിഞ്ഞ് അതുവഴി വന്നത്. നിങ്ങൾക്കറിയാം, അതിൻ്റെ കിളിപ്പയിൽ ഒരു നക്കുണ്ട് ഈ പശു. പിന്നെ ഇതിൻ്റെ മിച്ചം ഒന്നും കാണത്തില്ല, പശു അതും കൊണ്ടു. ഇതങ്ങ് നക്കിക്കളി. ബാലാക്ക് ഉപയോഗിച്ച വാക്കതാ. ഈ ജനം ഇതുവഴി വരുന്നുണ്ട്, ഇവരുടെ ദൈവം ഭയങ്കരനാ, ഇവർ ഞങ്ങളെ നക്കിക്കളി, അത് വരാതെ ഇവരോട് യുദ്ധം ചെയ്ത് ജയിക്കണം. ഇവിടെ ചെങ്കടൽ പിളർന്ന ദൈവത്തോട് എന്നാ വെച്ച് യുദ്ധം ചെയ്യാനാ? മന്ന പൊഴിക്കുന്ന ദൈവത്തോട് എന്നാ വെച്ച് യുദ്ധം ചെയ്യാനാ? നടക്കില്ല. അത് ദൈവശക്തിയാകയാൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരാത്മശക്തി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ അറിവിൽ ബിലെയാം എന്ന് പറയുന്നൊരു പ്രവാചകനെ കുറിച്ച് കേട്ടു. ബാലാക്ക് രാജാവ് ബിലെയാം എന്ന് പറയുന്നൊരു പ്രവാചകനെ കുറിച്ച് കേട്ടു. അവൻ പറഞ്ഞതാ. അവൻ്റെ നാവിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. അവൻ പറഞ്ഞതാ. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇന്നലെ 2 സെക്ഷൻ എടുത്ത് എനിക്ക് ശരീരത്തിലൊരല്പം വീക്ക്നെസ് തോന്നിയത് കൊണ്ട് ഉച്ചയ്ക്ക് ഒച്ചിരി റെസ്റ്റ് എടുക്കാനായിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഹാർവസ്റ്റ് ടെലിവിഷനകത്ത് 3-4 വലിയ ദൈവദാസന്മാർ ചേർന്നിരുന്നുകൊണ്ട് ഉപവാസം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് കണ്ടു ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, സുരേഷ് ബാബുവിൻ്റെ വാക്കുകൾ 3-4 പേരുണ്ട്, ആരും താണവരല്ല, എല്ലാവരും ഈ തലമുറയിൽ ഇന്ന് പ്രയോജനപ്പെടുന്ന ആ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന 4 പേരാണ്. പറഞ്ഞു, സുരേഷ് ബാബുവിൻ്റെ വാക്കുകളിൽ, അദ്ദേഹം കൂട്ടത്തിലുണ്ട്, ഒരഭിഷേകമുണ്ട്. ബാക്കി എല്ലാവരും നന്നായി സംസാരിച്ചു. ബട്ട് ഇതിനകത്ത് എന്തോ ഒരു വശ്യത, നാവിൻ്റെ മേൽ ഒരഭിഷേകം. ഈ ബാലാക്കിന് നാവിൻ്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ബിലെയാമിൻ്റെ നാവിൻ്റെ മേൽ ഒരഭിഷേകമുണ്ട്. ഇവനൊന്ന് പറഞ്ഞതാ. ഇവൻ ഒരുത്തനെ ശപിച്ചാൽ ശപിക്കപ്പെട്ടതാ, ഇവൻ ഒരുത്തനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടതാ. അങ്ങനെയായപ്പോൾ ബാലാക്ക് ഓർത്തു, ഇവനൊരു വീക്ക് സ്വഭാവം കൂടെ ഉണ്ട്. ഇവർ ഭയങ്കര അഭിഷേകമാണ്, ഭയങ്കര ദൈവകൃപയാണ്, ഒരു വീക്ക് സ്വഭാവമുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഒരു വീക്ക് സ്വഭാവം, മറക്കരുത്. എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അവൻ്റെ വീക്ക്നെസ്, അറിയപ്പെട്ട വീക്ക്നെസ്, കാശ് കൊടുത്താൽ അവൻ അതിൻ്റെ പുറകെ പോകും. 4 കാശ് കണ്ടാൽ, ചിലർക്ക് രുചിയുള്ള ആഹാരം കണ്ടാൽ അതിൻ്റെ പുറകെ പോകും. ചിലർക്ക് സൗന്ദര്യബോധം ഭയങ്കരമാണ്, അത് അവനെ വീഴ്ത്താൻ അത് മതി. ഓരോരുത്തർക്കും ഓരോ പൈത്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഒരുത്തന് മണ്ണാശ പൈത്യം, പിന്നെ ഒരുത്തന് പൊന്നാശ പൈത്യം, ഞാൻ പറയാത്ത പൈത്യം വേറെ ഉണ്ട്. ഇങ്ങനെ പല ഇനം പൈത്യങ്ങളുണ്ട്. അപ്പോൾ ഇവൻ്റെ പൈത്യം ഇതാണ്, കാശ. അപ്പോൾ ഇതിൻ്റെ പുറകെ പോയാൽ കാശ് ഇട്ട് കൊടുക്കാമെങ്കിൽ ബിലെയാമിനെ പിടിക്കാം എന്ന് ബാലാക്കിന് അറിവ് കിട്ടി. നമുക്കുമുണ്ട് പലതിലും വീഴുന്നവർ. ബാലാക്കിൻ്റെ അടുക്കൽ, ബിലെയാമിൻ്റെ അടുക്കൽ ബാലാക്ക് ആളുകളെ പറഞ്ഞയച്ചു. അവനോട് പറഞ്ഞത്, ബിലെയാം പറയുന്ന ചില വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, നിൻ്റെ വീട് നിറച്ചു പൊന്നും വെള്ളി, നിൻ്റെ തൂക്കത്തിന് പൊന്നും തരാം. നിൻ്റെ വീട് നിറച്ചു വെള്ളി കൊടുക്കുന്നത് 2 കോടിയും 10 കോടിയൊന്നും അല്ല, നിൻ്റെ തൂക്കത്തിന് പൊന്നും തരാം. വന്ന് ഇസ്രയേലിനെ ശപിക്കണം. കാര്യം ഇവന്മാർ ജീവനോട് ഇരുന്നാൽ എൻ്റെ രാജ്യത്വം തീർന്നു. ഇവരെ ശപിക്കണം, ശപിച്ചാൽ ഇവന്മാർ ഉണങ്ങും. ദൈവം ഇവനോട് പറഞ്ഞു, ബിലെയാമിനോട് പറഞ്ഞു, പോകല്ലേ, അവരുടെ കൂടെ പോകണ്ട. അപ്പോഴാണ് രാജാവ് 2ാമത് ആൾ പറഞ്ഞയച്ചു, നിന്നെ ഒന്ന് മാനിക്കാൻ ഞാൻ തീരുമാനിച്ചതുകൊണ്ടാ. അത്രയേ ഉള്ളൂ അവിടുത്തെ വാക്ക്. നിന്നെ ഒന്ന് മാനിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് വിളിച്ചത്. അതുകൊണ്ട് ഒഴികഴി ഒന്നും പറയണ്ട, ഇനി പോരെ. എന്തുവാ കണ്ടീഷൻ എന്നറിയാമോ? വീട് നിറച്ചു വെള്ളിയും നിൻ്റെ തൂക്കത്തിന് പൊന്നുവാ തരാം, ഇനി പോരെ. ഇവൻ 2ാമത് ദൈവത്തോട് പറഞ്ഞ കർത്താവ്, ഇതൊക്കെ ആയാലും ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവമേ, പോകുന്നതല്ലേ നല്ലത്. ഈ ബെസ്റ്റ്, ആ ദൈവത്തിൻ്റെ ബെസ്റ്റിൽ നിന്ന്
ഇവൻ്റെ ബെസ്റ്റിലേക്ക് ദൈവത്തെ കൊണ്ടുവരാൻ, ദൈവത്തെ ട്വിൽറ്റ് ചെയ്യുക. ഞാൻ 4 ദിവസം ഉപവസിച്ചു. ഞാൻ ആദ്യമേ ഒരു വഴി പോയി, ദൈവം എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് 9 ദിവസം ഉപവസിച്ചു. പിന്നെ അനുവദിക്കാതെ വന്നപ്പോൾ 21 ദിവസം ഉപവസിച്ചു. ഞാൻ പിടിച്ചെടുത്തു. ഞാൻ ദൈവത്തിൻ്റെ ഇന്ന് പിടിച്ചു പറിച്ച ഒത്തിരി പേരുണ്ട്. ബാലാക്കും പിടിച്ചു പറിച്ചു. ബിലെയാം ദൈവസന്നിധിയിൽ പിടിച്ചു പറിച്ചു. ബാലാക്കിനോട് ഇവരത് കിട്ടാൻ പോയി. ഇവൻ പറഞ്ഞു, കർത്താവേ ഞാൻ പോയേ പറ്റൂ. ഒടുവിൽ തമ്പുരാൻ പറഞ്ഞു, ശരി നീ പോ, നിൻ്റെ ഗതികേടാ. ലോത്തിൻ്റെയും ഗതികേട് ഇത് തന്നെയാണ്. ആദ്യമേ അവനോട് പറഞ്ഞാണ്ട് ആ മലയിലോട്ട് ഓടിക്കയറാൻ പറഞ്ഞു. അവൻ ദൈവത്തോട് പിടിച്ചു പ്രാർത്ഥിച്ചു, പറ്റത്തില്ല, അവിടം വരെ ഓടാനൊക്കത്തില്ല, എന്നെ ഈ പട്ടണത്തിലോട്ട് അയക്കണം. ശരി, എന്നാൽ നീ പോ. പക്ഷേ നിൻ്റെ സന്തതി അടുത്ത 10 തലമുറ ദേവാലയത്തിൽ കയറുകയില്ല. അത് പിന്നെ നിൻ്റെ പുറകെ വരും. ദൈവത്തിൻ്റെ ബെസ്റ്റും ദൈവത്തിൻ്റെ സെക്കൻഡ് ബെസ്റ്റും, പെർഫെക്റ്റ് വിൽ ആൻഡ് പെർമിസീവ് വിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. The perfect will, that is different. The permissive will is another thing. ഇവൻ ആ പെർഫെക്റ്റ് വില്ലിൽ നിന്നും പെർമിസീവ് വില്ലിലേക്ക് മാറി. എന്തിന്? മറ്റേ കാശ് വാങ്ങിക്കാൻ. അപ്പോൾ എന്നിട്ട് ദൈവം പറഞ്ഞു, ശരി എന്നാൽ നീ പോ, ഞാൻ പറയുന്നതല്ലാതെ വേറൊന്നും പറയരുത്. ഇല്ല കർത്താവേ, സത്യമായിട്ടില്ല. അപ്പോൾ എന്നെ അയച്ചതാണല്ലോ, ദൈവം അയച്ചതാണെന്നുള്ള ധൈര്യത്തോടെ ഈ പുള്ളിക്കാരൻ ഇറങ്ങി. അവൻ്റെ കഴുതയുടെ പുറത്ത് കയറി. പോകുന്ന വഴിക്ക് യഹോവയുടെ ദൂതൻ ഇവനെ ഒന്നുകൂടെ പേടിപ്പിക്കാൻ തീരുമാനിച്ചു. മുന്നേ വന്നു നിന്നു. ഉരിയാട കഴുത ദർശനം കണ്ടു. കഴുതയ്ക്കും ദർശനമുണ്ട്. എവറീസ് കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ കഴുതയ്ക്ക് എന്നാ കുഴപ്പം? കഴുതയും ദർശനം കണ്ടു. ദർശനം കണ്ടതുകൊണ്ട് എവറീസ് പ്രവാചകനായില്ല, കഴുതയും പ്രവാചകനായില്ല. പ്രവാചകൻ ഇതിൻ്റെ മണ്ടയിലിരുന്നു. അവിടെ ഞാനൊരു കാര്യം പറയാൻ കേട്ടോ, വെറും കഴുതയുടെ മണ്ടയിൽ പ്രവാചകൻ കയറി ഇരുന്നാലും കുറേയൊക്കെ ഇമ്പാർട്ടേഷൻ നടക്കും. വെറും കഴുതയുടെ മണ്ടയ്ക്ക് പ്രവാചകൻ കയറിയതാ, കുറേയൊക്കെ ഇമ്പാർട്ടേഷൻ നടന്നു. ദൈവത്തിനൊന്ന് സംസാരിക്കാൻ ഒരു മാധ്യമം വേണം. ഉള്ളതിൽ ബെസ്റ്റ് കഴുതയാണ്. കാര്യം ഇത് കുറേ നാൾ പ്രവാചനം കൊണ്ട് നടന്നതല്ലയോ. ദൈവത്തിനൊന്ന് പ്രവർത്തിക്കുവാൻ ഒരു മാധ്യമം വേണമെന്നുള്ളപ്പോൾ ചിലപ്പം നമ്മളെയൊക്കെ ഉപയോഗിച്ചു തരും. കാര്യം കുറച്ച് കൊള്ളാവുന്നത് ഇവരേ ഉള്ളൂ, അതുകൊണ്ടെടുത്തു. ഈ ഉരിയാട കഴുത ഒരു ദർശനം കണ്ടു. ആ കണ്ട ദർശനം തൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ വാളുമായി വന്ന് നിൽക്കുന്നു. ഈ പ്രവാചകന് വെട്ട് കിട്ടാതെ ഈ കഴുത പ്രവാചകനെ ഒരു സൈഡിലോട്ട് മാറ്റി. ഒരു ഇടുങ്ങിയ വഴിയുടെ കൂട്ടത്തിൽ ഇയാളുടെ കാല് സൈഡിൽ കൊണ്ട് വേദന എടുത്തു. ഇയാൾ അടിച്ചവൻ നേരെ കഴുത വരിക. പിന്നെ നടന്ന ദൈവത്തിൻ്റെ ദൂതൻ 2ാം പ്രാവശ്യം ഇത് അങ്ങോട്ട് മാറി, അവൻ്റെ മറ്റേ കാലും പോയി. അതോടുകൂടി അവൻ വീണ്ടും കഴുത അടിച്ചു. തമ്പുരാൻ കഴുതയുടെ വാ തുറന്നു. ഇതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ്. ന്യായാധിപന്മാരുടെ സംഖ്യാപുസ്തകത്തിൽ കിടപ്പുണ്ട്. അതെ, സംഖ്യാപുസ്തകത്തിൽ കിടപ്പുണ്ട്. കഴുത അവൻ്റെ 2ാം കാലും ഞെക്കി കളഞ്ഞു. അതോടെ ഇവൻ കഴുതെ കൊന്നത് തന്നെ എന്ന് പറഞ്ഞിറങ്ങി. ദൂതം വാളുമായിട്ട് നിൽക്കുക, ഇവൻ കത്തിയുമായിട്ട് ഇറങ്ങി കഴുതെ കൊല്ലാൻ. അപ്പോൾ ഈ പ്രവാചകൻ പോകുന്ന കൂട്ടത്തിൽ കത്തിയുണ്ട് എന്ന് പറഞ്ഞ ബോഡി ഗാർഡും ഒക്കെ ഉണ്ട് ഇവന് ഇന്നത്തെ ഭാഷയിൽ. അന്ന് ഇവൻ കത്തിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഒരുത്തം വീണാൽ ഇന്നിടം വരെ പോകാവുന്നില്ല. അധപ്പതിക്കുന്നതിൻ്റെ പടികളാണ് ഞാൻ ഈ തൊടുന്നത്. കഴുതയുടെ വാ തുറന്ന് അത് പറഞ്ഞു, നിന്നെ കൊല്ലാൻ യഹോവയുടെ ദൂതൻ നിപ്പുണ്ട്, നീ ഇത് അറിയുന്നില്ല. നേരിട്ട വെളിപ്പാട് അവന് ലഭിച്ചു. ദൂതൻ അവനെ പിന്നെ വാള് കാണിച്ചു പറഞ്ഞു, നീ ഓർത്തോണം, കഷ്ടകാലത്തിന് നിനക്കൊരു അഭിഷേകം തന്നുപോയി, നിൻ്റെ നാവേലൊരു അഭിഷേകമുണ്ട്. നീ പോയി അനുഗ്രഹിച്ചാൽ അനുഗ്രഹിക്കപ്പെട്ടതാ, നീ പോയി ശപിച്ചാൽ ശപിക്കപ്പെട്ടതാ. നമ്മൾ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടൊന്നും അഭിഷേകം മാറത്തില്ല. അഭിഷേകം കൂടി ഇരിക്കും, മറക്കരുത്. ഒരു തെറ്റുകൊണ്ട് അഭിഷേകം പോകത്തില്ല. ദൈവം തൻ്റെ കൃപാവരങ്ങളെക്കുറിച്ച് അനുദപിക്കത്തില്ല. പക്ഷേ ആ കൃപയിൽ നിൽക്കാതെ കൃപാവരം ഉപയോഗിച്ചാൽ അന്തം എന്നാണെന്ന് ഓർത്തോണം, അത് നാശമായിരിക്കും. ഒത്തിരി കാര്യങ്ങൾ ചേർത്തായി പോകുന്നത്. ആട്ടെ, ബിലെയാം ചെന്ന് ബാലാക്കിനെ കണ്ടു. ബാലാക്ക് ഇസ്രായേൽ ജനങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേ കാര്യം തുറന്നു പറഞ്ഞു. യഹോവ പറഞ്ഞതല്ലാതെ ഞാൻ പറയത്തില്ല, നിൻ്റെ ഒന്നും എനിക്ക് വിഷയമല്ല, യഹോവ എന്തു പറയുന്ന അതേ ഞാൻ പറയത്തുള്ളൂ. കാര്യം വഴിയിലും ദൂതൻ വാള് കാണിച്ച് വിട്ടിരിക്കുക. ശരി, സമ്മതിച്ചു. ശപിക്കേണ്ടതിന് പകരം പോയി അങ്ങ് അനുഗ്രഹിച്ചു. ബാലാക്കിന് ഭയങ്കര വൈരാഗ്യമായി. എടാ ശരി, വേറൊരിടത്തുനിന്ന് ഞാൻ നിന്നെ കാണിക്കാം, ഇനി നീ ഇത് ചെയ്യരുത്, ശപിച്ചേ വരാവൂ. ശരി, കൊണ്ടുപോ. പുതിയ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ വീണക്കാരനെ വിളിക്ക്. പല കാര്യങ്ങളുണ്ട്, ഞാൻ അതെല്ലാം കൂടി എടുക്കാൻ ഒക്കത്തില്ല. ഇവൻ്റെ അഭിഷേകം ഒന്ന് ഉദ്ധരിച്ചു കൊണ്ടുവരണമെങ്കിൽ പാട്ട് വേണം, വീണ വേണം, താളം വേണം. നമ്മളിലും പലർക്കും അങ്ങനെയാണ്. ഇതെല്ലാം കൂടെ കൊടുത്തു. ഇവൻ്റെ അഭിഷേകം ഒന്നുകൂടെ ജ്വലിച്ചു. 2ാം പ്രാവശ്യവും അനുഗ്രഹിച്ചു. 2-3 പ്രാവശ്യം അനുഗ്രഹിച്ചു കഴിഞ്ഞതോടെ ബാലാക്ക് പിടിച്ചു. എടാ ബിലെയാമേ, നിന്നെ മാനിക്കാനായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്, നിനക്കത് കിട്ടുകയില്ല, നീ അത് കളഞ്ഞു. നിൻ്റെ ദൈവത്തിൻ്റെ വാക്കേ നീ കേൾക്കത്തുള്ളൂ, നിൻ്റെ ദൈവം നിന്നെ തടഞ്ഞു. അതുകൊണ്ട് പൊക്കോ, സ്ഥലം വിട്ടോ, ഞാൻ നിന്നെ വെട്ടുന്നതിന് മുമ്പേ. ബിലെയാം തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു എന്ന് വെച്ച് പറഞ്ഞു, നീ എൻ്റെ വീട് വെള്ളി കൊണ്ട് നിറച്ചാലും. അവിടെയാണ് ബിലെയാം പറഞ്ഞുവെന്ന് നമുക്ക് ബാലാക്ക് പറഞ്ഞുവെന്ന് നമുക്ക് സംശയിക്കാവുന്ന വാക്കുകൾ, അല്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്ന വാക്കുകൾ. നീ എനിക്ക് പൊന്ന് തന്നാലും എന്നൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ വാക്ക് വിടത്തില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ഉറക്കെ പറഞ്ഞേച്ച് ഇവൻ്റെ ചെവി ചിലത് പൊറുപുറത്തു.
ചെവി പുറവറുത്ത ചരിത്രം അവിടെ എഴുതിയിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഇസ്രായേൽ മക്കൾ ദുർനടപ്പാചരിക്കേണ്ടതിനും വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്, സംഖ്യാപുസ്തകത്തിലില്ല. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർക്കുമ്പോൾ ഇനി സംഖ്യാപുസ്തകത്തിലേക്ക് വന്നാൽ, തുടർന്ന് ജനം ദുർനടപ്പാചരിച്ചു. അരുതാത്ത ജാതീയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. തൽക്കാലത്തേക്ക് അവരുടെ ജഡസുഖം മാത്രമേ അവർ പരിഗണിച്ചുള്ളൂ. ഇന്നലെ കൊള്ളരുതാത്ത അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ വർണ്ണിക്കുമ്പോൾ താൽക്കാലിക ഭോഗതൃപ്തി സുഖമെന്ന് കരുതി അത് ചെയ്യുന്നവരാണ്. അവരുടെ കീഴിലുള്ള പൈശാചിക ശക്തിയുള്ളവർ ഇതേ ക്രമത്തിൽ പോകും. ജനം ദുർനടപ്പാചരിക്കേണ്ടതിന്, അവർ അശുദ്ധമായത് ചെയ്യേണ്ടതിന് ജാതികീയ സ്ത്രീകളുമായി ഇടപഴകത്തക്കവണ്ണം ജാതികീയ സ്ത്രീകളെ ഈ പട്ടാളക്കാരുടെ ഇടയിലോട്ട് കയറ്റിവിട്ടോളാൻ ബാലാക്ക് പതുക്കെ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്തു. ബാലാക്ക് അതുപോലെ ചെയ്തു. അവരുടെ സ്ത്രീകളെ എബ്രായരുടെ പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് കയറ്റിവിട്ടു. ബോധിച്ചതിനെ ഒക്കെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച കൂട്ടത്തിൽ ഈ സ്ത്രീകൾ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. ഈ പടിപടിയായി പോകുന്ന പോക്ക് നോക്കിക്കോണം. ബിലെയാമിൻ്റെ ഉപദേശം എന്തുവാണെന്ന്. അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. നമ്മുടെ ശലോമോന് പറ്റിയ പെശകിത, അനുഗ്രഹിക്കപ്പെട്ട ദാവീദിൻ്റെ സന്തതി, നിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു മകനില്ലാതെ വരികയില്ലെന്ന് ദൈവത്തിൻ്റെ തിരുവായി കൊണ്ട് ദാവീദിനോട് കൽപ്പിച്ച് ദൈവം കൊടുത്ത ശലോമോൻ, ജ്ഞാനത്തിലും അറിവിലും അവനെപ്പോലെ മറ്റൊരുത്തൻ ഇല്ല എന്ന് തിരുവചനം സാക്ഷീകരിച്ചവൻ, ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട ആലയം പണിത് പ്രതിഷ്ഠിച്ച ശലോമോൻ കാലത്തിൻ്റെ പോക്കിൽ സൗന്ദര്യബോധത്തിലകപ്പെട്ടു. അവനും കണ്ടതിനെ ഒക്കെ കല്യാണം കഴിച്ചു. അവൻ്റെ ചിന്തയാണെങ്കിൽ അതിഭയങ്കരമായിരുന്നിരിക്കണം. സകല ജാതികളെയും കല്യാണം കഴിച്ച് അങ്ങോട്ട് അവൻ്റേത് കൊടുക്കാം, ജാതികളെയൊക്കെ നന്നാക്കാമെന്നൊക്കെ ആയിരിക്കും ആർഗ്യുമെൻറ്റ്. കഴിഞ്ഞ ദിവസം എന്നെ പലരും വിളിച്ചു. കൂട്ടത്തിൽ ഒരാളിങ്ങനെ പറഞ്ഞു, ഒരക്രൈസ്തവ കുടുംബം നശിച്ചു പോകാതെ ഞാൻ തന്നെ ആ കുടുംബത്തിൽ കല്യാണം കഴിച്ചു ചെന്നു. ആ കുടുംബം നന്നാക്കാൻ പോയതാ, പക്ഷേ ഇപ്പോൾ എനിക്കും കൂടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പരിസ്ഥിതിയായി. ഞാൻ പറഞ്ഞു, ഇതിനൊരു ബൈബിൾ പ്രമാണമാണ്. അല്ല, എന്നോട് പലരാലോചന പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ആ പലരും പൈശാചികമാണ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഇന്ന് അവളും തീർന്നു. ഞാനൊരു കൊച്ചു ഉദാഹരണം പണ്ട് പറഞ്ഞത് ഇപ്പം പിന്നെയും പറയാം. പണ്ടൊരു സന്യാസി നീറുംകൂട്ടിൽ മീശയിട്ട കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു പിള്ളേർക്ക് നീർ എന്നാന്ന് അറിയത്തില്ല, ഇപ്പോൾ പറഞ്ഞുതരാൻ നേരമില്ല. ഒരു സന്യാസിയുടെ ആ മീശയ്ക്കിടയിൽ എവിടുന്നോ ഒരു നീർ വന്ന് കയറി. അപ്പോൾ കൊല ചെയ്യരുതെന്നുള്ളത് സന്യാസിയുടെ പ്രമാണമാണ്. മീശയ്ക്കകത്ത് കയറിയ ആ നീറിനെ കൊല്ലാനൊക്കത്തില്ലല്ലോ. കൊല്ലാതെ ഇതിനെ പറഞ്ഞിറക്കി വിടാൻ ഇതൊട്ട് പോവുകയുമില്ല. അപ്പോൾ ഇതിനി എങ്ങനെ വിടുക? ആരാണ്ട് പറഞ്ഞു, കൂട്ടിലോട്ട് കൊണ്ട് കാണിച്ചാൽ നീർ പൂക്കോളൂ എന്ന്. അങ്ങനെ അങ്ങേരുടെ മീശ കൊണ്ടിയെന്ന് ഒരു നീറിൻ്റെ കൂട്ടിലോട്ട് കാണിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ കുസൃതി പിടിച്ച നീറുകൾക്കെല്ലാം കൂടി ഇങ്ങോട്ട് കയറാനാണ് തോന്നിയത്, അങ്ങോട്ട് ഇറങ്ങാനല്ല. നമ്മളീ പലരും നന്നാക്കാൻ പോകുന്നവരുണ്ട്, കണ്ട ജഗത്താനെ മൊത്തം കൊണ്ടുവരാറുമുണ്ട്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ നീ അവരുടെ പക്ഷം തിരിയത്തില്ല, അവർ നിൻ്റെ പക്ഷം തിരിയും. 7 പേരെനിക്ക് കൂട്ടുകാർ കണ്ടേക്കാം, പക്ഷെ ഞാൻ കൂട്ടുകാരുടെ വഴി തിരിയത്തില്ല. ഇക്കാലത്ത് എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല, എല്ലാവരും എന്നെ പോലെ ആകാനേ പറയത്തുള്ളൂ. പൗലോസ് പറഞ്ഞ പോലെ, അഗ്രിപ്പാവേ ഈ ചങ്ങല ഒഴികെ നീ തന്നെയല്ല എൻ്റെ പ്രസംഗം കേൾക്കുന്നവരെല്ലാം എന്നെ പോലെ ആകണം. നിന്നെപ്പോലെ ഞാൻ നടക്കുമെന്നൊന്നുമല്ല. നോ, അത് താണ ലെവലാ. മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകത്തുള്ളൂ. ഞാൻ നിന്നേക്കാൾ താണ ആത്മബലം വഹിക്കുന്നവനല്ല, നിന്നേക്കാൾ ഉന്നതമായത് വഹിക്കുന്നതാണ്. നീറ് സന്യാസിയേക്കാൾ ഉന്നതമായ ഡിഗ്നിറ്റി ഉള്ളതാ. അത് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അങ്ങോട്ട് പോയില്ല. ആട്ടെ, ശലോമോന് പറ്റിയത് ഇതാ. ഇന്നത്തെ ആത്മമണ്ഡലം നമ്മൾ എടുത്താൽ രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനനമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിനാൽ തൻ്റെ ആദ്യ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട പാസ്റ്റർമാർ നിരന്ന് നിൽപ്പുണ്ട്. നീ പറയുന്നവന്ന് ആളത്വമായിട്ട് എടുത്ത് കണ്ടോണം. വീണ്ടും ജനനം പ്രാപിക്കാത്ത പുരുഷന്മാരെ വിവാഹം കഴിഞ്ഞതിനാൽ ആത്മീയത്തിൽ ഉയർന്നു നിന്ന സഹോദരിമാർ തരിപ്പണമായി തൻ്റെ നിരന്ന് കിടപ്പുണ്ട്. എവിടെയാണ് ബിലെയാമിൻ്റെ ഉപദേശം? ഇവരെല്ലാം യഹൂദന്മാരാണെങ്കിലും ഇവരുടെ ഇടയിലോട്ട് പെൺകുട്ടികളെ കയറ്റിവിട്ടാൽ അവർ ജാതികളെ വിവാഹം കഴിക്കും, ആ വഴിയിലേക്ക് വരും. അങ്ങനെ വിവാഹബന്ധത്തിൽ അവർ തകർന്നു. യഹോവ ശാപം അഴിച്ചു വിടുവാൻ, യഹോവ ബാധ അഴിച്ചു വിടുവാൻ തക്കവണ്ണം ഇസ്രയേൽ തകർന്നു. ഇസ്രയേൽ ജനം, എൻ്റെ ജനം, വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും
ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഉപദേശം പിടിക്കുന്നവർ നിനക്കുണ്ട്. ഔവണ്ണം തന്നെ നിക്കലോവ്യരുടെ ഉപദേശം പിടിക്കുന്നവരും നിനക്കുണ്ട്. നിക്കലോവ്യരുടെ ഉപദേശം എന്തൊക്കെയായിരുന്നുവെന്ന് അക്കമിട്ട് എണ്ണിപ്പറയാൻ ഇന്നുവരെ എനിക്ക് കിട്ടിയ തെളിവുകൾ പോരാ. ഞാനൊന്നുകൂടെ കുറച്ചൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ എനിക്ക് കിട്ടിയ തെളിവുകൾ അക്കമിട്ട് പറയാൻ പോരാ. എന്നാൽ നിക്കലോവിയർക്ക് ആദ്യമേ ഒരു നടപ്പായിരുന്നു. അത് ക്രിസ്ത്യാനിയുടെ ദൈവജനത്തിൻ്റെ നടപ്പിൻ്റെ രീതി അല്ലായിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അവരുടെ നടപ്പ് നീ പകച്ചു. മൂന്നാം കാലഘട്ടമായി സാത്താനകത്ത് വന്നതോടെ ആ ഉപദേശം സഭയ്ക്കകത്ത് വന്നു. മൂന്നാം കാലഘട്ടത്തോടെ സഭയ്ക്കകത്ത് വന്ന ഒരുപാട് ഉപദേശങ്ങൾ, ഇതിൻ്റെ സൂചനകൾ രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ അകത്ത് കയറി. ആ ഉപദേശങ്ങൾ തീർത്തു പറയത്തക്കവണ്ണം ആവശ്യം പോലെ തെളിവുകളോടെ ഇന്ന് കയ്യിലുള്ളതുകൊണ്ട് ചരിത്രത്തിൽ നിന്നും പ്രിൻ്റ് ചെയ്തെടുത്തത്, എൻസൈക്ലോപീഡിയകളുടെ സഹായത്തോടെ ചരിത്രത്തിൽ തെളിയിക്കപ്പെട്ടത്, അവിടുന്ന് പ്രിൻ്റ് ചെയ്ത് വെളിയിലെടുത്തത് ചിലത് എൻ്റെ കയ്യിലുണ്ട്. പതുക്കെ തൊടാൻ പോവാം. ഒന്നുകൂടെ പറയാം. നിക്കലോവിയരുടെ ഉപദേശം എന്തായിരുന്നു തീർത്തു പറയാൻ അറിയത്തില്ല. പക്ഷേ ദൈവസഭയിൽ ആദ്യമായി കാണപ്പെട്ട മേജർ നെഗറ്റീവ് മൂവ്മെൻറ്റ്, ദൈവത്തിന് വിരോധമായ ഒന്നാമത്തെ ഉപദേശ മൂവ്മെൻറ്റ്, ഒരു 12 എണ്ണം ഇന്ന് ഇങ്ങോട്ട് നിരത്തി വെക്കാൻ പോകുകയാണ്. ഇത് എൻസൈക്ലോപീഡിയയിലുണ്ട്, പല ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഒത്തിരി മെനക്കെട്ടാണ് ഞാനിത് എടുത്തത്. ഒന്ന് കേട്ടോണേ. AD 135 സഭയിൽ നിലവിൽ വന്ന അല്ലെങ്കിൽ സഭയ്ക്കകത്ത് കയറുവാൻ ശ്രമിച്ച ചില ഉപദേശങ്ങൾ കേട്ടോണം. ഇന്ന് നമ്മൾ കേൾക്കുന്ന വഴിപിഴച്ച ക്രിസ്തീയ ഉപദേശവുമായി ഇതിന് എന്തോ ബന്ധമുണ്ടെന്ന് നോക്കണം. ഞാൻ ദൈവസഭയ്ക്കകത്ത് വന്ന വിഗ്രഹാരാധനയെക്കുറിച്ചല്ല പറഞ്ഞത്. അത് വീണ്ടും നമ്മൾ മടങ്ങി വരുമ്പോൾ ബിലയാമിൻ്റെ ഉപദേശം പിടിക്കുന്നവരുടെ അടുക്കൽ നമ്മൾ പോകും. മൂന്നാമത്തെ സഭയുടെ ചരിത്രത്തിൽ വരുമ്പോൾ അവിടെ പൊക്കോളാം. ഞാനതല്ല പറഞ്ഞത്. ശിശുസ്നാനം മാറ്റി, ക്രിസ്തീയ സ്നാനം മാറ്റി ശിശുസ്നാനമാക്കിയ ഉപദേശപശ അല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് കരിസ്മാറ്റിക് ലീഡർഷിപ്പിനകത്ത് നിൽക്കുന്ന ആളുകളെ പിശാച് കാലെ പിടിച്ച് കല്ലെ തല്ലി എന്ന് പറയും തനി മലയാളത്തിൽ, വന്ന നിത്യതയിൽ നിന്നവരെ എന്നേക്കും വെട്ടിക്കളഞ്ഞ ആ ഉപദേശങ്ങൾ 135 AD 135 സഭയിൽ കയറിയത് ഏതൊക്കെയായിരുന്നു എന്ന് തൊടാൻ പോകാം. ഒന്ന്, പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് പറയുന്ന കോപിഷ്ഠനാണ് പഴയ നിയമത്തിലെ ദൈവം. 2, പുതിയ നിയമത്തിലെ ദൈവം സ്നേഹനിധിയാണ്. പുതിയ നിയമത്തിലെ ദൈവം കോപിക്കയില്ല. യേശു സ്നേഹമാണ്. പഴയ നിയമത്തിലെ ദൈവത്തെ നമുക്ക് വേണ്ട, പുതിയ നിയമത്തിലെ ദൈവത്തെ മതി. ഇന്ന് ആരെങ്കിലും ഇത് പ്രസംഗിക്കുന്നത് കേൾക്കുന്നുണ്ടോ? നിക്കലോവിയ മാറി നിൽക്കാൻ പറഞ്ഞു. 3, ഈ വെളിപ്പാടുകൾ ഞങ്ങൾ നേരിട്ട് ദൈവത്തിങ്കിൽ നിന്ന് ഇപ്പോൾ പ്രാപിച്ചതാണ്, ഇതുവരെ ആർക്കും ഇതില്ലായിരുന്നു. നോസ്റ്റിസം, അന്യ ശക്തികൾക്കും വ്യാജ ആത്മാക്കൾക്കും വിധേയമായി പ്രവചന രൂപത്തിൽ ഭോഷ്ക് സംസാരിക്കുന്ന ആ സംവിധാനത്തെയാണ് നോസ്റ്റിസം എന്ന് വിളിക്കുന്നത്. നോസ്റ്റിസം അകത്ത് കയറി. ഇപ്പോൾ കിട്ടിയ വെളിപ്പാടാണ്, ഇതുവരെ ആർക്കും ഇത് അറിവില്ലായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് കിട്ടി. 1, പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠനാണ്, അതല്ല നമ്മുടെ ദൈവം. 2, പുതിയ നിയമത്തിലെ യേശുവിന് കോപമില്ല, പുതിയ നിയമത്തിലെ യേശു മാത്രമേ നമുക്കിന്ന് ദൈവമായിട്ടുള്ളൂ, പഴയത് കളയാം. 3, ഈ വെളിപ്പാട് ഇപ്പം കിട്ടിയതാണ്, ഇതിനു മുമ്പ് ആർക്കും അറിഞ്ഞിരുന്നില്ല. 4, പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ മാത്രം അംഗീകരിച്ചാൽ മതി. ഇന്ന് പഴയ നിയമം മൊത്തം തള്ളാൻ പറഞ്ഞു, പുതിയ നിയമവും ശരിക്കൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഒരു പഠിപ്പിലോട്ട് ഇറങ്ങാം. 2000 വർഷം വരെ, 2000 വർഷത്തോളം ദൈവസഭ, 1800 വർഷമെങ്കിലും ദൈവസഭ ഈ കംപ്ലീറ്റ് ബൈബിൾ കൊണ്ടു നടന്നു. അതൊരു നന്മയായി ജനം കണക്കാക്കി. അത് ദൈവം നമുക്ക് തന്ന പ്രമാണമാണ്. അത് കഴിഞ്ഞതോടെ ചിലർക്ക് നോസ്റ്റിസം, ചില പുതിയ വെളിപ്പാടുകൾ തുടങ്ങി, പഴയ നിയമം പോയി. അതിനെക്കുറിച്ചൊക്കെ ആളുകൾ പറയാറുണ്ട്. ഒരു ചെക്ക് എനിക്ക് കിട്ടിയാൽ, 1 കോടി രൂപ വാങ്ങിച്ചോളാൻ പറഞ്ഞ ഒരാൾ എനിക്കൊരു ചെക്ക് തന്നാൽ, ആ ചെക്ക് ബാങ്കിൽ കൊണ്ട് ഇട്ടു, 1 കോടി രൂപ ഇനി കിട്ടിയാൽ പിന്നെ ചെക്ക് അർത്ഥശൂന്യമാണ്. പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്വം, പുതിയ നിയമത്തെക്കുറിച്ചുള്ള വാഗ്ദത്വമാണ് പഴയ നിയമം. അതിന് വന്നതോടെ പഴയത് കഴിഞ്ഞു. ഒരു പ്രോമിസറി നോട്ട് എനിക്കൊരുത്തൻ എഴുതി തന്നു. 10 മാസം കഴിയുമ്പോൾ നിനക്ക് 100 രൂപ തരാമെന്ന, അല്ലെ 10 കോടി രൂപ തരാമെന്ന. ആ പൈസ 10 മാസം കഴിഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രോമിസറി നോട്ടിന് ഇനി വിലയില്ല. പഴയ നിയമം പുതിയതിൻ്റെ വാഗ്ദത്തമായിരുന്നു. പുതിയത് ലഭിച്ചതോടെ പഴയത് തീർന്നു, പ്രോമിസറി നോട്ട് മാറി. മോനെ,
ഇപ്പം നീ ഇത്രയുമായി 135 വെറും 10 പുസ്തകം മതി എന്ന് പറഞ്ഞ പാർട്ടി വേണ്ട നിൽക്കുന്നു. ഈ ഒരിക്കലും ഒരാളൊരു തമാശ പറഞ്ഞു. എല്ലാവരും കൂടെ നമ്മളെല്ലാം കൂടെ സ്വർഗ്ഗത്തിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെ എല്ലാവരും കൂടെ സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ സ്വർഗ്ഗത്തിലെ സഭായോഗം നടക്കുക. അപ്പോൾ മലയാളിയായ ഒരു അപ്പച്ചൻ അവിടെ ചെന്നു. പത്രോസ് അപ്പോസ്തലനാണ് സഭായോഗത്തിൻ്റെ ചുമതല, സീനിയർ പാസ്റ്റർ അദ്ദേഹമാണ്. മലയാളിയായ ഒരു അപ്പച്ചൻ അവിടെ ചെന്ന് പറഞ്ഞു, സാക്ഷി പറയാൻ ഒരു 1.5 മണിക്കൂർ വേണം. അപ്പോൾ പത്രോസ് ചോദിച്ചു, 1.5 മണിക്കൂർ എടുത്ത് എന്നാ പറയണമെന്ന് ചോദിച്ചു. അയ്യോ, ഞങ്ങളുടെ അവിടെ ഭയങ്കര ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ആ വെള്ളപ്പൊക്കത്തിലൂടെ ദൈവം രക്ഷിച്ച ചരിത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ. അപ്പോൾ പത്രോസ് പറഞ്ഞെന്ന് പറഞ്ഞാൽ, നോഗയാണ്ട് അപ്പുറത്ത് നിൽക്കുന്നു, പുള്ളിക്ക് 2 മിനിറ്റാണ് കൊടുത്തത്. അതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കമൊന്നും അല്ലായിരുന്നല്ലോ. നോഗ തണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നു. എൻ്റെ പൊന്നുമോനെ, ഇത്രയും ദുരുപദേശം നീ ഇന്ന് പറഞ്ഞെങ്കിൽ ആണ്ടടാ അപ്പുറത്ത് കിടക്കുന്നു. AD 135 വന്നതാണ് ഈ കേൾക്കുന്നത്. പുതിയ നിയമത്തിലെ 10 പുസ്തകങ്ങൾ അംഗീകരിച്ചാൽ മതി. ഉപദേശം 5. യേശുവിനേക്കാൾ വലിയവനാണ് പൗലോസ്. കാര്യം യേശു ഒരിക്കൽ വന്ന് പറഞ്ഞേച്ചങ്ങ് പോയി, പിന്നെ വന്നിട്ടില്ല. പൗലോസ് ആണെങ്കിൽ പോവുകയും വരികയും ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിനാണ് അക്ഷരാഭ്യാസം ഉള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് വിലയുള്ളത് കൊണ്ട് പല കാരണങ്ങളാൽ യേശുവിനേക്കാൾ വലിയവനാണ് പൗലോസ്. പൗലോസിൻ്റെ എഴുത്തുകൾ മാത്രം നോക്കിയാൽ മതി, യേശുവിനെ ഇനി നോക്കിയിട്ട് കാര്യമില്ല. 6. യേശു കരുണയും സ്നേഹവും മാത്രം പ്രസംഗിച്ചതിനാൽ ഇനി ന്യായവിധി എന്നൊരു പദം മിണ്ടിയേക്കരുത്. യേശു ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടില്ല, കരുണയും സ്നേഹവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവൻ്റെ വിവരക്കേടാണ് ഈ പറഞ്ഞ. യേശു ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. യേശു നന്നായി പറഞ്ഞു, ഇവൻ്റെ വിവരക്കേടാണ്. യേശു കരുണയും സ്നേഹവും മാത്രമാണ് പ്രസംഗിച്ചത്, അതിനാൽ ഇനി ന്യായവിധി എന്നൊന്ന് പറയരുത്. 7. പാപമെന്നോ ന്യായവിധി എന്നോ ഒരു പദം സഭയിൽ മിണ്ടരുത്. കഴിഞ്ഞ ദിവസത്തെ ദുരുപദേഷ്ടാവിൻ്റെ ചില ഉപദേശങ്ങളിൽ ഇത് എഴുതി കിടക്കുന്നത് ഞാനും കണ്ടതാണ്. ഇനി മേലാൽ സഭയിൽ ന്യായവിധി എന്ന് പറയരുത്. 8. യേശു മടങ്ങി വരത്തില്ല. 9. ഇനി ഉയർത്തെഴുന്നേൽപ്പില്ല. എല്ലാം കൂടെ ചേർത്ത് 10. സ്വർഗാരോഹണവുമില്ല. മരിക്കുന്ന വിശുദ്ധന്മാർ അന്നേരം സ്വർഗത്തിൽ പോവാം. അതുകൊണ്ട് ഇനി യേശു വന്നുകൊണ്ടു ചിന്തിക്കാനില്ല. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരുത്തൻ പ്രസംഗിച്ചതാണ്. ഞാൻ അവർക്കൊരു പേരിപ്പോൾ ഇട്ട ശേഷം ഇച്ചിരൂടെ ഒന്നുകൂടെ ഗൗരവമാക്കി തൊടാം. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരാൾ പ്രസംഗിച്ചതാണ്, യേശു വരുമെന്നും പറഞ്ഞ് ജനലിനകത്തൂടെ തലയും വെളിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടോ വരത്തില്ല. അങ്ങനെ പറഞ്ഞ പദം ഇതാണ്. യേശു വരുന്നത് കാണാൻ വേണ്ടി ജനലിനകത്തൂടെ, അയ്യോ ആ മനുഷ്യനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത് പറയാൻ കൊള്ളാം. ഒരിക്കൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒത്തിരി കഴിവുകളുണ്ടായിരുന്നു. ഞാൻ ആ മനുഷ്യന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചതാണ്. പിന്നെ ചില വർഷങ്ങൾ ഞങ്ങൾ തമ്മിൽ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ആ മനുഷ്യൻ 40 ദിവസത്തെ ഉപവാസവും കഴിഞ്ഞേച്ച് ഉപവാസം ബ്രേക്ക് ചെയ്യുന്ന അന്നാണ് ഞാൻ ചെന്ന് കാണുന്നത്. ഈ 40 ദിവസം അദ്ദേഹത്തിന് ജോലിക്ക് പോകണമായിരുന്നു, ജോലിക്ക് പോയിരുന്നു, പക്ഷേ ആഹാരം കഴിക്കുന്നില്ലായിരുന്നു. ഞാനെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദർ നീ 40 ദിവസം ഉപവസിച്ചോ? കാര്യം ഉപവാസം വേണ്ട അതാ ഇതാന്നൊക്കെ പറഞ്ഞ് നടന്ന ഒരു പാർട്ടിയാണ്. അവിടെ എനിക്ക് സത്യം എല്ലാം മനസ്സിലായി. ഞാൻ ഇങ്ങനെ ദൈവകൃപയെ വന്നു, ഇപ്പം ഞാൻ ഉപവസിച്ചു, 40 ദിവസം ഉപവാസമായിരുന്നു. ഞാൻ ചെന്നിട്ട് വല്ല കൃപാവരങ്ങളും അയ്യോ ഉണ്ട്, എന്തൊക്കെയാ അങ്ങനെ എന്നോട് പറഞ്ഞ വാചകം. എനിക്ക് സ്വന്തമായി കൃപാവരം ഒന്നും ഇല്ല. ഇറ്റ്സ് ലൈക്ക് എ ടെക്നീഷ്യൻസ് ടൂൾ ബാഗ്. എന്നോട് പറഞ്ഞ വാചകമാണ്, ഇറ്റ് ഈസ് ലൈക്ക് എ ടെക്നീഷ്യൻസ് ടൂൾ ബാഗ്. ഒരു ടെക്നീഷ്യൻ്റെ ടൂൾ ബാഗ് പോലെയാണ്. ഒരു പ്ലെയർ ആവശ്യമുള്ളപ്പോൾ എടുത്തത് ഉപയോഗിച്ച് തിരിച്ചങ്ങ് വെക്കും. ഒരു സ്ക്രൂ ഡ്രൈവർ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ച് തിരിച്ചങ്ങ് വെക്കും. കൃപാവരമെല്ലാം ദൈവത്തിൻ്റെ ഏത് കൃപാവരവും എപ്പോൾ വേണമെങ്കിലും എനിക്കെടുത്ത് വ്യാപാരം ചെയ്യാൻ ടൂൾ ബോക്സ് എൻ്റെ തന്നിരിക്കുക. ആ മനുഷ്യനെ ആ ബാംഗ്ലൂർ തിരിച്ചു വന്ന് പ്രസംഗിച്ചത്. കാര്യം അവൻ ആദ്യത്തെ ഇടത്തുനിന്ന് പെന്തിക്കോസ്തിലോട്ട് ചാടിയപ്പോൾ വീണ്ടും ജനനം നടന്നിരുന്നില്ല. ആദ്യത്തെ ചിന്താഗതി അവൻ്റെ അകത്ത് കിടപ്പുണ്ട്. സമയമായപ്പോൾ പിശാച് അതിന് വെള്ളമൊഴിച്ചു, അത് പുറത്തു വന്നു. അങ്ങേരാ ഇവിടെ ബാംഗ്ലൂരിൽ പറഞ്ഞത്. നോക്കിയിരുന്നോ, ജനലിൽ കൂടെ തലയെ വിട്ട് നോക്കിക്കൊണ്ടിരുന്നോ, വരുന്നത് കാണാൻ. വരത്തില്ല. അങ്ങേര് പറഞ്ഞ വാചകമാണ്, യേശു വരത്തില്ല, പകരം മരിക്കുന്നവർ അങ്ങ് സ്വർഗത്തിൽ ചെല്ലും. ഇത് AD 135 ആരംഭിച്ചതാണ്. 11. യേശു വന്നത് പാപ സ്വഭാവം മാറ്റാനല്ല, ന്യായവിധി മാറ്റാനാണ്. 11ാമത്തെ ഉപദേശം, യേശു വന്നത് ന്യായവിധി മാറ്റാനല്ല, മാറ്റാനാണ്, പാപസ്വഭാവം മാറ്റാനല്ല. അതുകൊണ്ട് പാപസ്വഭാവം ഇന്നും തുടരുന്നു. ഇല്ലെന്ന് നിങ്ങളൊന്ന് പറ. എല്ലാവർക്കും അറിയാം പാപസ്വഭാവം തുടരുന്നുണ്ട്. കാര്യം നമ്മൾ ഇന്നും ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ശരീരത്തിൽ വസിക്കുന്നത് കൊണ്ട് ഈ ശരീരത്തിൻ്റെ ഭാഗമായി പാപസ്വഭാവമുണ്ട്. യേശു വന്നത് പാപസ്വഭാവം മാറ്റാനല്ല, പകരം ന്യായവിധി മാറ്റാനാണ്. ഞങ്ങളൊക്കെ പാപം ചെയ്തിട്ട് ന്യായം വിധിക്കപ്പെടുന്നില്ലല്ലോ എന്നാണ് അങ്ങനെ എടുത്ത് കാണിക്കുന്നത്. 12. ജഡത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തിയെ അഥവാ പാപസ്വഭാവത്തെ യേശു നോക്കുന്നേയില്ല,
കാരണം യേശു ജഡത്തിൽ മരിച്ചെങ്കിലും ഉയർത്തത് ആത്മാവിലാണ്. ഇന്ന് ജഡത്തിൽ ജീവിക്കുന്നില്ല. അതുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ യേശു ചോദ്യം ചെയ്യുന്നില്ല. AD 135 രംഗത്ത് വന്ന ഒരു കൂട്ടം ദുരുപദേശ സംഹിതകളാണ്. കിട്ടുന്ന ആശയം കിട്ടുന്നുണ്ടല്ലോ. നിക്കലോവിയരുടെ നടപ്പ്, പിന്നത്തേതിൽ നിക്കലോവിയരുടെ ഉപദേശം, ഇവരെ ഒരുമിച്ച് ചേർത്ത് ബിഷപ്പ് പോളിക്കാർപ്പാണ് ഇവർക്ക് ആദ്യമേ ബിഷപ്പ് പോളിക്കാർപ്പിൻ്റെ അടുക്കൽ ഈ ഉപദേശവുമായി ഇവർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ സാത്താൻ്റെ ആദ്യജാതനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പൊയ്ക്കോ, ദൈവസഭയെ കണ്ടേക്കരുത്. സഭ ഇവരെ പുറത്താക്കിയിരുന്നു. പിന്നത്തേതിൽ വർഷങ്ങൾക്ക് ശേഷം നവീകരണ കർത്താവ് മാർട്ടിൻ ലൂതർ, വിശ്വാസത്താലാണ് നീതീകരണം, കർമ്മമാർഗത്താലല്ല, വിശ്വാസമാർഗത്താലും കൃപയാലുമാണ് പാപമോചനം, നീതീകരണം എന്ന് പ്രസംഗിച്ചതോടെ ഈ പുള്ളികൾ തലപൂക്കി. ഇവർ പറയുന്നതും ഒരർത്ഥത്തിൽ ഈ റൂട്ടിൽ നിന്നാണ് വരുന്നത്. പ്രവൃത്തികൾ കാരണമല്ല, വിശ്വാസം മാത്രം മതി എന്ന ആശയത്തിൽ ഒരു പ്രവൃത്തിയും വേണ്ട, ന്യായപ്രമാണമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് ആൻറ്റിനോമിയൻ എന്ന് ഇവരെ വിളിക്കുന്നത്. ആൻറ്റിനോമിയൻ, നോമിയൻ എന്ന വാക്കിൻ്റെ നിയമം അനുസരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആൻറ്റി എന്നത് നേരെ എതിരാണെന്ന് എല്ലാവർക്കും അറിയാം, ഗ്രീക്ക് വാക്കുകളാണ്. നിയമം നിരസിക്കുന്നവർ, നിയമം അനുസരിക്കാത്തവർ. പ്രധാനമായും ലോ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ ന്യായപ്രമാണം ഉൾപ്പെടുന്നു. ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്ന ആൻറ്റി നോമിയൻസ് രംഗത്ത് വന്നു. ആൻറ്റി നോമിയൻസ് എന്നിവർക്ക് പേര് കൊടുക്കുന്നത് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ലഭിച്ച തെളിവിൽ, അതിനപ്പുറത്തോട്ട് പോകാൻ ഒക്കത്തില്ല, അതോറിറ്റീവായിട്ട് പറയാം. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി അല്ല, എന്നേക്കാൾ ചരിത്രം അറിയാവുന്നവരെന്നെ പലയിടങ്ങളിൽ കേൾക്കുന്നുണ്ട്. ദയവായി ആരെ ഈ പേരിട്ടതെന്ന് ഇതല്ലാതെ ഉണ്ടെങ്കിൽ, ഏതായാലും അദ്ദേഹം അവരെ വിളിച്ചിരുന്നത് ആൻറ്റിനോമിയൻസ് എന്നാണ്. അതിന് മുമ്പ് ആരെങ്കിലും പേരിട്ടിട്ട് വിളിച്ചതാണോ, അദ്ദേഹം ഇട്ടതാണോ എന്ന് അറിഞ്ഞുകൂടാ. അതിന് മുമ്പ് ആരും ആൻറ്റിനോമിയൻ എന്ന പേര് ഉപയോഗിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞാൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലിങ്കെങ്കിലും എനിക്ക് അയച്ചു തന്നാൽ ഉപകാരമായിരുന്നു. ഇവരെ ആൻറ്റിനോമിയൻസ് എന്ന് വിളിച്ചത്, അതായത് നിയമലംഘികൾ, നിയമം പ്രമാണിക്കാത്തവർ. യേശു ഈ പദം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ തെരുക്കളിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ യേശു ഉപയോഗിച്ച വാക്കിതാണ്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ. അവിടെ അധർമ്മം പ്രവർത്തിക്കുന്നവരെന്നുള്ളതിൻ്റെ ലോലെസ് പീപ്പിൾ, നിയമം പാലിക്കാത്തവരെ എന്നെ വിട്ട് പോകുവീൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് യേശു പറഞ്ഞത്. യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ഇതാ. അങ്ങനെ ആൻറ്റിനോമിയൻസ് രംഗത്ത് വന്നു. നാം ജഡത്തിൽ ചെയ്യുന്ന പാപസ്വഭാവങ്ങൾ വിഷയമല്ല എന്ന് പറഞ്ഞ പാപം ചെയ്യുവാൻ അവർ അനുവദിച്ചു. മാനസാന്തരം, പുതിയ സൃഷ്ടി എന്നൊന്നും വേണ്ട. കൺവേർഷൻ എന്നതിൻ്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷൻ എന്നല്ല, ക്രിസ്തുവിലെ വിശ്വാസം മാത്രമാണ്. പുതുജന്മം വേണ്ട എന്നവർ ശഠിച്ചു. പഴയ സ്വഭാവങ്ങളിൽ തുടരാം. കൺവേർഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇറ്റ്സ് നോട്ട് ട്രാൻസ്ഫോർമേഷൻ. ഞാനിന്നൊരു കൺവേർഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീണ്ടും ജനനം നടന്നു, എൻ്റെ പഴയത് മാറി. അവർ പറഞ്ഞു അത് വേണ്ട, ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വാസം മാത്രം മതി. അധർമ്മത്തിൻ്റെ, ലോലസിൻ്റെ മർമ്മം ഇവിടം കൊണ്ട് തീർന്നില്ല, അത് ഇന്നും തുടരുകയാണ്. സഭാപിതാവായ പോളിക്കാർപ്പ് ഇവരെക്കുറിച്ച് പറഞ്ഞത് ഇവർ സാത്താൻ്റെ ആദ്യജാതന്മാരെന്നാണ്. തുടർന്ന് നവീകരണ കർത്താവായിരുന്ന മാർട്ടിൻ ലൂതറും ഇതേ പദം തന്നെ പറഞ്ഞു. ഇതൊരു പുസ്തക രൂപത്തിൽ പുറത്തു വരും ഒരു കുറച്ച് കഴിയുമ്പോൾ. അതിൻ്റെ ഒരു ഭാഗം ഞാൻ അങ്ങ് വായിച്ചെന്നേ ഉള്ളൂ. ഞാൻ പദമാണ് വിശദീകരിച്ചത്. അദ്ദേഹം ആ പേരിട്ടതെന്ന് പറയാൻ എനിക്കറിയാൻ വയ്യ, പക്ഷെ അദ്ദേഹം പറഞ്ഞാണ് ആദ്യം ഈ ആൻറ്റിനോമിയൻ എന്ന പേര് പുറത്തു വരുന്നത്. ഈ ഉപദേശങ്ങൾ എളുപ്പം പരക്കുന്നത്, ചാടിപ്പിടിക്കാൻ ആളുകൾ കാണും. കാരണം ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെ പാപത്തിലേക്ക് നമ്മെ നയിക്കുന്ന ശക്തികൾക്ക് വിധേയരായി പാപത്തിൽ ജീവിക്കുവാനും, അങ്ങനെ പാപത്തിൽ ജീവിച്ചാലും വിശുദ്ധന്മാർക്കുള്ള പ്രതിഫലവും അവകാശവും ഈ ഭൂമിയിലും വരാനുള്ള ലോകത്തിലും ഒരുപോലെ കിട്ടുമെന്നും ഒരുത്തനെ പറഞ്ഞ് ധരിപ്പിച്ചാൽ അതിൻ്റെ പുറകിൽ പൈശാചിക ശക്തി പൂർണ്ണ ബലത്തോടെ അത് സ്ഥാപിക്കുവാൻ നിൽക്കും. ആരെ അതിൻ്റെ പുറകെ വീഴാത്തെ? ആൻറ്റിനോമിയൻ ചിന്താഗതികൾ ലോകത്തിൽ കാട്ടുതീ പോലെ പടർന്നു. സ്വർഗത്തിലും ഭൂമിയിലും നന്മകൾ ലഭിക്കും എന്നവർ വ്യാജമായി പറഞ്ഞ് അധികം ആളുകളെ ആകർഷിച്ചു. ഇച്ചിരിയുടെ താവൂട്ടിയാണ് ഇറങ്ങുകയാണ്.
ഇച്ചിരി താവട്ടിറങ്ങുക. ആൻറ്റിനോമിയൻസിന് പല വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ ഉപദേശങ്ങളെല്ലാം കൂടെ അങ്ങനെ പറയുന്ന പച്ചയ്ക്ക് വെച്ച് പറയുന്നവർ. രണ്ടാമത്തേത് നോസ്റ്റിസം. നോസ്റ്റിസം എന്ന് പറയുന്നത് എഴുതിയേണ്ടവർ വേണ്ടി എഴുതിക്കോ, GNOSTICISM. GNOSTICISM നോസ്റ്റിസം. നോസ്റ്റിസം എന്ന് പറയുന്നത് ഇതുവരെ ആരും കിട്ടിയിട്ടില്ലാത്ത പുതിയ വെളിപ്പാടുകൾ എനിക്ക് കിട്ടി. അത് ദൈവവചനത്തിന് വിരോധമാണ്. തിരുവചനം വരെ കള്ളപ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. ദൈവവചനത്തിൽ ഇല്ലാത്ത പുതിയ ആശയങ്ങൾ, ഇപ്പോൾ ലഭിച്ച വെളിപ്പാട്. എന്നെപ്പോലൊരു ഭക്തനില്ല. ഇനി കൾട്ടെന്ന് പറയുന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതൊരു കൾട്ടാണെന്നൊക്കെ പറയുന്നത്. കൾട്ടെന്ന വാക്കൊരു നല്ല വാക്കാണ് കേട്ടോ. കൾട്ടെന്ന് പറയുന്ന വാക്കിന് യാതൊരു മോശമുള്ള വാക്കല്ല. പക്ഷേ അതിൻ്റെ ഉപയോഗത്തിൽ അതിനൊരു തെറ്റായ അർത്ഥമാണ് അതിന് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. കൾട്ടെന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീമുമായി ഒരുമിച്ച് പോകാതെ ഒരു കരിസ്മറ്റിക് ലീഡറുടെ കീഴിൽ ചില നവീകരണങ്ങൾ കൊണ്ടുവരുന്നതിനെയാണ് കൾട്ടെന്ന് വിളിക്കുന്നത്. ഡിക്ഷണറിയുടെ അർത്ഥം ഒരു കരിസ്മാറ്റിക് ലീഡറുടെ മുമ്പിൽ. കരിസ്മ എന്ന് പറയുന്നത് ഉണർവ്. അത് ദൈവികമാകണമെന്നില്ല, പൈശാചികമാകണമെന്നില്ല. ചിലർക്ക് തന്നെത്താനേ കരിസ്മ ഉണ്ട്. ചിലർക്ക് തന്നെത്താൻ ഒരു ദൈവവും അതിന് വേണ്ട, അവന് തന്നെ കരിസ്മ ഉണ്ട്. ഇവിടെ നല്ല പ്രസംഗകൻ, എന്തുവാ, പ്രകൃതിയെ വർണ്ണിക്കുന്ന നല്ല പ്രസംഗകൻ കയറി നിന്ന് പ്രസംഗിക്കുമ്പോൾ പ്രകൃതി വർണ്ണനയ്ക്കിടയിൽ അന്യഭാഷ പറഞ്ഞ പാർട്ടികളുണ്ട്. കാര്യം അവൻ്റെ കരിസ്മയ, അവൻ്റെ അകത്തുള്ള പ്രചോദനമാണ്. രാഷ്ട്രീയ പ്രസംഗകർ ഒന്നാന്തരം രാഷ്ട്രീയ പ്രസംഗം പറയുമ്പോൾ കൂടെ പ്രവചിച്ച പുള്ളികളെ കേട്ടിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിലല്ല, അവൻ്റെ കരിസ്മയിൽ അവൻ ചെയ്തത്. യാതൊരു അഭിഷേകവും ഇല്ലാത്തവനും ആളുകളെ ഇളക്കുന്നത് പോലെ പ്രസംഗിപ്പിക്കാം, അതൊക്കെ ചെയ്യാൻ ഒക്കും. പരിശുദ്ധാത്മാവിനും കരിസ്മയുണ്ട്. ഉണർവെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സ്വയമായിട്ടുണ്ടാകാം, ദൈവാത്മാവിൽ വരാം, ദുരാത്മാവിൽ വരാം. ഒരു കരിസ്മാറ്റിക് ലീഡറുടെ കീഴിൽ മെയിൻ സൊസൈറ്റിയുമായി ഒരുമിച്ച് പോകാതെ മാറി നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെയാണ് കൾട്ട് എന്ന് വിളിക്കുന്നത്. കൾട്ട് തെറ്റാണോ? അല്ലേ അല്ല. എൻ്റെ വീട് ചൊവ്വേ കൊണ്ടുപോകണമെങ്കിൽ നാട്ടുകാർക്കെല്ലാം കൂടെ എൻ്റെ വീട്ടിൽ ഇരിപ്പില്ല, ഞാൻ എൻ്റെ വീട് നടത്തിയേ പറ്റൂ. അതൊരു കൾട്ടാ, അത് തെറ്റല്ല. ബാംഗ്ലൂരിലുള്ള പെന്തക്കോസ്ത് സഭകളെല്ലാം കൂടെ ഒരുമിച്ച് പോയാൽ ഒന്നിൻ്റെയും ഭരണം നടക്കത്തില്ല. ആർക്കും ഒരു കയറും കിട്ടുകയില്ല, അല്ലെങ്കിൽ ആരുടെയും കാര്യം നടക്കുകയില്ല. അതുകൊണ്ട് വ്യത്യസ്ത സഭകളായി പോകുന്നത് തെറ്റല്ല, പക്ഷേ കൾട്ടെന്ന് വിളിക്കും. യഹൂദമതത്തിൻ്റെ കൾട്ടാണ് ക്രിസ്ത്യാനിത്വം. കത്തോലിക്ക സഭയുടെ കൾട്ടാണ് പ്രൊട്ടസ്റ്റൻ്റ്. യാക്കോബേയ സഭയുടെ കൾട്ടാണ് മാർത്തോമ സഭയുടെ കൾട്ടാണ് ഇവാഞ്ചലിക്കൽ ചർച്ച്. എനിക്കത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കൾട്ടെന്ന വാക്കിൻ്റെ അർത്ഥം തെറ്റായ ഒരു അർത്ഥം അല്ല കൾട്ടിന്. കൾട്ടെന്ന വാക്കിൻ്റെ അർത്ഥം മാറി നിൽക്കുന്ന ഒരു സമൂഹം. പക്ഷേ ഇത് തെറ്റാകുന്നത് എവിടെയാണെന്നറിയാമോ? കൾട്ടിക് ടെൻഡൻസികൾ വരുമ്പോഴാണ്. കൾട്ടിക് ടെൻഡൻസികളിൽ ഒന്നാമത്തേത്, ഞാൻ ആർക്കും അക്കൗണ്ടബിൾ അല്ല. എൻ്റെ പ്രൈവറ്റ് ലൈഫിലേക്ക് കടക്കാൻ ആർക്കും അനുവാദമില്ല, അതെൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം നോക്കും. ഒരിക്കലും ഒരാൾ എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞതാണ്, ഈ പുള്ളിക്കാരൻ അയോഗ്യമായി നടക്കുന്നു, അതുകൊണ്ട് ഇനി അവനെ ചർച്ചിൽ വേണ്ട എന്നൊരാശയം ചർച്ചിനകത്ത് വന്നപ്പോൾ ഈ പുള്ളി പരസ്യമായി എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞു, താലന്തുകൾ തന്നത് ദൈവം, വ്യാപാരം ചെയ്തത് ഞാൻ, ലാഭവും നഷ്ടവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കാൻ. അതാ കൾട്ടിക് ടെൻഡൻസി. ഞാൻ തോന്നിയ പോലെ നടക്കും. 2, അക്കൗണ്ട്സ്. എനിക്കെന്നാ വരുമാനമുണ്ട്, ഞാൻ എന്നെ ചിലവാക്കുന്നുവെന്ന് ഭൂമിയിൽ ആരോടും പറയത്തില്ല, അതെൻ്റെ കാര്യം. ബഥേലിൽ ഇത് വരാതിരിക്കാൻ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ കൃപയാലുണ്ട്. ഞാനെന്ത് പോളിസികൾ സ്ഥാപിക്കുന്നു, ഞാനെന്ത് ചെയ്യുന്നുവെന്ന് ഞാനും ദൈവവും കൂടെ തീർത്തോളാം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടോണം. ഇതാണ് ഇത്. 10-20 എണ്ണം ഉണ്ടായിരുന്നു, സുനിലിന് ഓർമ്മ കാണും. ഒരിക്കൽ നമ്മളിത് എഴുതിയെടുത്ത് പ്രസിദ്ധീകരിച്ചതാണ്, കൾട്ടിക് ടെൻഡൻസീസ്. അതിലേക്കൊരുത്തം പോയാൽ അവനെ സൂക്ഷിച്ചോണം. ഇല്ലെങ്കിൽ ഒരു സമൂഹത്തെ ക്രിസ്തുവിന് വേണ്ടി കളങ്കം, വാട്ടം, മാലിന്യമില്ലാത്തതായി വളർത്തുവാൻ ആർക്കെങ്കിലും കഴിയുന്നെങ്കിൽ അത് നന്നായിരിക്കും. ഓക്കെ, മറ്റാർക്കും ലഭിക്കാത്തൊരു വെളിപ്പാട് എനിക്ക് മാത്രം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഒരു വിഭാഗം, അതാണ് നോസ്റ്റിസം. അതതിൻ്റെ ഭാഗമാണ്. 2, യൂണിവേഴ്സലിസം. അതിന് ഇടയ്ക്ക് ഞാൻ പോയിക്കോട്ടെ. യേശു ക്രിസ്തു സകല പ്രവൃത്തികൾക്കും അതീതനാകയാൽ പ്രവൃത്തിയില്ലാത്ത ജീവിതം മതി നമുക്ക്, വിശ്വാസം മാത്രം മതി. അത് എവിടം വരെ പോയി എന്നറിയാമോ? പ്രവൃത്തി വേണ്ട എന്ന ആശയം എവിടം വരെ പോയെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നത് പ്രവൃത്തിയാകയാൽ പ്രവൃത്തി വേണ്ട, പ്രാർത്ഥിക്കണ്ട. സഭാരാധനയ്ക്ക് കൂടുന്നത് പ്രവൃത്തിയാകയാൽ പ്രവർത്തിക്കേണ്ട, ആരാധനയ്ക്ക് വരണ്ട. സൽക്കർമ്മങ്ങൾ പ്രവൃത്തിയാകയാൽ ആവശ്യമില്ല. സ്നാനം പ്രവൃത്തിയാകയാൽ അതിനാവശ്യമില്ല. എന്നിങ്ങനെ
പ്രവൃത്തികൾ വേണ്ട. ഞാൻ ഒരിക്കൽ ബഥേൽ ചർച്ച് തൊട്ടതാണ്. പ്രവൃത്തി അല്ലാത്തതൊന്നേ ഉള്ളൂ, ദശാംശം കറക്റ്റായി കൊടുക്കണം. അത് കൊടുത്തില്ലേ പിടിച്ചു വാങ്ങിക്കും. അതുമാത്രം പ്രവൃത്തിയല്ല, ബാക്കിയെല്ലാം പ്രവൃത്തിയാണ്. വീട്ടിലിരുന്നോ കാശ് അയച്ചാൽ മതി, സ്വർഗത്തിൽ പൊക്കോ, ഫ്രീ. അവിടെ എത്തി. ആ കൂട്ടത്തിലാണ് അനാബാപ്റ്റിസ്റ്റ്. അനാബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേക്കഡ് ബാപ്റ്റിസ്റ്റ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അന എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തനമെന്ന. അനാബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് സ്നാനം കഴിക്കണമെന്ന് പറയുന്നവരാണ്. ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. അവരെ നേക്കഡ് ബാപ്റ്റിസ്റ്റ് എന്ന് വിളിച്ചു തുടങ്ങി. ആരംഭത്തിൽ അനാബാപ്റ്റിസ്റ്റ് ആയിരുന്നു, തുടർന്ന് അവരെ നേക്കഡ് ബാപ്റ്റിസ്റ്റ് എന്ന് വിളിച്ചു തുടങ്ങി. കാരണം ഉപദേശം മുറുകി ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, യേശു സകല മാനുഷിക നിയമങ്ങൾക്കും മീതെ ദൈവമാണ്. ആദ്യം പറഞ്ഞു ഏതു പാപവും ദൈവത്തിന് ക്ഷമിക്കാൻ വയ്യാത്ത പാപമില്ല, അതുകൊണ്ട് പാപമെന്നേ പറയണ്ട, പോയി ചെയ്യ്, ക്ഷമിച്ചിരിക്കുന്നു, ഡൺ. അടുത്തത്, യേശു സകല നിയമങ്ങൾക്കും മീതെയാകയാൽ. ആണല്ലോ, സത്യമായിട്ട് വന്നു. യാതൊരു മാനുഷിക നിയമങ്ങളും നമ്മൾ അനുസരിക്കേണ്ട. വസ്ത്രം ധരിക്കുന്ന മാനുഷിക നിയമം അല്ല നടക്ക് പറ. ഇവൻ്റെ അകത്തിൻ്റെ അകത്തിരിക്കുന്നത് ജഡമോഹമാണ്, കൺമോഹമാണ്, ജീവനത്തിൻ്റെ പ്രതാപമാണ്. ഇതേതെങ്കിലുമൊക്കെ മാർഗത്തിൽ കൂടെ പിശാച് തള്ളിവിടുകയാണ്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ 16-ാം നൂറ്റാണ്ടിൽ വസ്ത്രമില്ലാതെ യൂറോപ്പിൻ്റെ തെരുക്കളിലൂടെ നടന്ന കാരണത്താൽ അവരെ നേക്കഡ് ബാപ്റ്റിസ്റ്റ് എന്ന് വിളിച്ചു. ഡിക്ഷണറികൾ കിടപ്പുണ്ട്, മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു പോലീസിൻ്റെ ഗതികേടായിരുന്നു നിങ്ങളെ അറസ്റ്റ് ചെയ്ത് നിർത്തുന്നത്. മൂന്നാം വിഭാഗം യൂണിവേഴ്സലിസം. എവിടുന്നാണ് ഇത് തുടങ്ങിയത്? നിക്കലോവിയൻ. 4 മതം ചാടി 4 മതത്തിൻ്റെയും അടിയിൽ അടിഞ്ഞു കിടക്കുന്നത് അവൻ ഇഷ്ടമുള്ളത് അവൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒരു ദിവസം അങ്ങ് ഫ്ലവറപ്പ് ചെയ്തു. കാര്യം ഇതിനെല്ലാം കൂടെ പിശാച് വെള്ളം ഒഴിച്ചു. നിക്കലോവിയരുടെ നടപ്പ് നീ പകച്ചു. ഉപദേശം പിടിക്കുവാൻ സാത്താൻ്റെ സിംഹാസനത്തിൽ നിന്ന് അനുമതി ലഭിച്ചു. അങ്ങനെ അതിനകത്ത് നടന്നു. വാട്ട് ഈസ് യൂണിവേഴ്സലിസം? യൂണിവേഴ്സലിസം എന്നാൽ എന്ത്? യേശു മരിച്ചത് മുഴു ലോകത്തിന് വേണ്ടിയുമാണ്, ഒരു സംശയവുമില്ല. പകുതി സത്യമാണ്, അത് മൊത്തം സത്യമാണ്. യേശു മരിച്ചത് മുഴു ലോകത്തിന് വേണ്ടിയുമാണ്. ഞാനിത് അറിയാതെ പോയത് എൻ്റെ കുറ്റമല്ല, ഞാൻ സ്വീകരിക്കാതെ പോയത് ഐ എം നോട്ട് കൺവിൻസ്ഡ്, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതാ കാര്യം. യേശു മരിച്ചു കഴിഞ്ഞു. യൂണിവേഴ്സലിസം. അതിന് യേശുവിനെ ഏറ്റുപറയേണ്ട, വിശ്വസിക്കേണ്ട, ഒന്നും വേണ്ട. യേശു മരിച്ചതുകൊണ്ട് നരകം കാലി, ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ, വിവിധ മാർഗങ്ങളിൽ, വിവിധ ഡിഗ്രികളിൽ ആൻറ്റിനോമിയൻസ് രംഗത്ത് കയറി. ആൻറ്റിനോമിനിസം, പ്രമാണം ലംഘിക്കുന്നവർ, നിയമം ലംഘിക്കുന്നവർ അകത്ത് കയറി. യേശു അവരെക്കുറിച്ചാണ് പറഞ്ഞത്, യു ദ ലോലെസ്, നിയമലംഘികളെ, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അറിയുന്നില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഇന്ന് നിയമലംഘനത്തിന് പോകാതെ ദൈവകൃപയിൽ ഇരിക്കുവാൻ എന്നെയും നിങ്ങളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഞാനിവിടെ കൊണ്ട് നിർത്താൻ പോകുക, കാര്യം എൻ്റെ സമയം ഇവിടെ കൊണ്ട് ഏറെക്കുറെ എത്തിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇവർ വന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ, പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായി എങ്കിൽ, അങ്ങനെയാണ് ദൈവഗ്രഹത്തിൽ ന്യായവിധി പറയണോ വേണ്ടായോ എന്ന് പത്രോസിനോടൊന്ന് ചോദ്യം. തിരുവചനം എഗ്രി ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്തിനു പോകണം എന്നൊരു ഭയങ്കര വിഷയത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവസഭയുടെ ആകെ തകർച്ചയുടെ ആരംഭപ്പടി എന്തായിരുന്നുവെന്ന് ഇന്ന് ദൈവജനത്തിന് മുമ്പിൽ തുറന്നു വെക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. എനിക്കൊരു ആൻറ്റിനോമിനിസ്റ്റ് ആകണ്ട, ഞാൻ ദൈവപ്രമാണം പാലിച്ചു പോകുമെന്ന് തീരുമാനിക്കുന്നവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അത് ഞാനും പകയ്ക്കുന്നു. ഇനിയും ഈ ഉപദേശങ്ങൾ പിടിച്ചാൽ ഞാൻ വരുന്നുണ്ട് എൻ്റെ വായിലെ വാളുമായി അവരോട് പോരാടുവാൻ. നീയും കൊണ്ടുവരുന്ന ദൈവവചനമാണ് അല്ലയോ? ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ പകുതി ദൈവവചനമല്ലയോ? യേശു മരിച്ചത് മുഴു ലോകത്തിന് വേണ്ടിയാ. പിശാചേ, അത് പകുതി സത്യമേ ആയുള്ളടാ. അതിനകത്തുനിന്ന് യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത് യേശുവിനോട് ചേരുവാൻ വെള്ളത്തിൽ സ്നാനമേറ്റ് ജീവൻ്റെ പുതുക്കത്തിൽ പഴയ മനുഷ്യനെ മരിപ്പിച്ച് പുതിയ കൃപയിൽ ജീവിക്കുന്നുവെങ്കിൽ നാം നിത്യതയിൽ പ്രവേശിക്കും. അത്രേ ഒരുമിച്ച് പറഞ്ഞാൽ മുഴുവൻ സത്യമായി, ആദ്യത്തെ തന്നെ പറഞ്ഞാൽ അല്പം സത്യമായി. പിശാച് ഓസ്ട്രേലിയയിൽ നിന്ന് ഇവിടെ വന്ന് ഒരു ദിവ്യദാസൻ ഒരു പ്രാവശ്യം എടുത്തു പറഞ്ഞപ്പോഴാണ് ഒരു പ്രാവശ്യം കൂടി എൻ്റെ അകത്തത് ഒന്നുകൂടെ കയറിയത്. പണ്ട് ഇത് അറിയാവുന്നതായിരുന്നെങ്കിലും ഒന്ന് ബലപ്പെട്ടതമ്മ. 1 വർഷത്തിനകം അദ്ദേഹം ഇവിടെ വന്നേ. അദ്ദേഹം പറഞ്ഞു, പിശാച് നമ്മളെ കളിപ്പിക്കുന്ന പലതും പകുതി സത്യം പറഞ്ഞ,
യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ ആകും. സത്യമാണ്, സത്യമാണ്. യേശു പറഞ്ഞു, പക്ഷേ നീ പറഞ്ഞ പകുതി സത്യമേ ആയുള്ളൂ, ബാക്കി പകുതി സത്യം ഞാൻ പറയാം. മനുഷ്യൻ അപ്പം കൊണ്ട് തന്നെയല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. നിൻ്റെ പകുതി സത്യം കൊണ്ട് കളിപ്പിക്കാതെ ബാക്കി സത്യവും കൂടെ ഞാൻ പറയാം. 2, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാട്, നിൻ്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതെ ദൂതന്മാരോട് കൽപ്പിക്കും. സത്യമാ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിൻ്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്ന് എഴുതിയ ബാക്കി പകുതി നീ എന്താ പറയാഞ്ഞേ? നിൻ്റെ പകുതി സത്യവും കൊണ്ട് കളിപ്പിക്കാനോ? നോ, ഇതിൻ്റെ മുമ്പിൽ സത്യമുണ്ട്. കൃപയാൽ നാം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. സത്യമാ, ബാക്കി കൂടെ പറമോനെ. എങ്കിൽ ക്രിസ്തുവേശുവിൽ അകത്താ ഞാൻ, ക്രിസ്തുവേശുവിൽ ഞാൻ വന്നു കഴിഞ്ഞു. ക്രിസ്തുവേശുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. സത്യമാ മോനെ. പക്ഷെ ക്രിസ്തുവേശുവിൽ അല്ലാത്ത നീ എന്തിനാ ഇതിനെക്കുറിച്ച് വ്യാമോഹിക്കുന്നേ? ആത്മാവിനാൽ നയിക്കപ്പെട് ഒരു പുതുജീവിതത്തിൻ്റെ ഉടമയായി മാറുക. ഈ ആശയങ്ങൾ നമ്മൾ നാളെ വീണ്ടും എൻ്റെ ആഴത്തിലോട്ട് പോകും. ഇന്ന് ഒരു അതിഭയങ്കര വിഷയത്തിൻ്റെ ആരംഭം നമ്മളൊന്ന് തൊട്ടു. കണ്ണുകളടയ്ക്കാം, നമുക്കൊരു വാക്കി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ തിരുവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുവാൻ ഞങ്ങൾക്കുള്ള സകലത്തെയും ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഒന്നുകൂടെ തിരുമുമ്പിൽ അടിയനെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജനത്തെ സമർപ്പിക്കുന്ന കർത്താവേ, ആരുടെയും പുറമെ മുറിവേൽക്കാതെ പക്ഷെ ഉള്ളിൽ കുത്തുകൊള്ളേണ്ട മുഴുവൻ പേർക്കും ഉള്ളിൽ കുത്തുകൊള്ളേണ്ടതിന്, ദൈവത്തിൻ്റെ സഭയ്ക്കൊരു വലിയ ശുദ്ധീകരണം നടക്കേണ്ടതിന്, ഗ്ലോബലായി ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അങ്ങ് ഉപയോഗിക്കേണ്ടതിന്, തിരുവചനത്തെ സ്ഥാപിച്ചെടുക്കേണ്ടതിന് കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നേ. കഴിയുമെങ്കിൽ വൃതന്മാരെയും വിഴുങ്ങേണ്ടതിന്, അലറുന്ന സിംഹം എന്ന വണ്ണം ചുറ്റിത്തിരിയുന്ന അന്ധകാരത്തിൻ്റെ ദുഷ്ടശക്തി കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എഴുന്നേറ്റ് വരുമ്പോൾ യേശുവേ, അങ്ങ് അടിയങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ ജനത്തെ ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹാർവസ്റ്റിന് പ്രത്യേക നന്ദി. കർത്താവ് നമ്മെ